നമസ്തേ. പുത്തൻപുരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ശുഭദിനം ആശംസിച്ച് നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം. ഞാൻ എം കെ വിനോദ്. ഞാൻ അഞ്ജന. നമുക്ക് ആദ്യം തന്നെ പ്രധാന വാർത്തകളിലേക്ക് പോകാം. നിരോധിത ഭീകര സംഘടന PFIക്ക് മറതീർക്കാൻ HDPI നടത്തിയത് ആസൂത്രിത നീക്കങ്ങൾ. ശ്രമം നടത്തിയത് ഭീകരവാദത്തിന് മറയായി പുതിയ യുവജന സംഘടന രൂപീകരിക്കാൻ. ചരിത്ര പുരുഷന്മാരെ അധിക്ഷേപിച്ച NCHDR ഫേസ്ബുക്ക് പോസ്റ്റ്. PP ദിവ്യയ്ക്ക് കുരുക്കായി ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ദിവ്യക്കെതിരെ കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസ്. ദിവ്യയെ തള്ളിപ്പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ഇന്ന് സമാപനം. MV ഗോവിന്ദൻ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയാകും. പുതിയ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പും ഇന്ന്. കൊല്ലത്ത് വീണ്ടും ലഹരിവേട്ട. CPM പ്രവർത്തകന്റെ ഗോഡൌണിൽ നിന്നും 23 ലക്ഷം രൂപയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. ഇരുവപുരം സ്വദേശിയുടെ ഗോഡൌണിൽ നിന്ന് കണ്ടെത്തിയത് 50 ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ. ഉടമ ദീപു ഒളിവിൽ. കോഴിക്കോട് MDMA വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ച ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്ക്. റഷ്യൻ ഏറ്റുമുട്ടൽ മേഖലയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന അമേരിക്കൻ മുന്നറിയിപ്പിന് പിന്നാലെ ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രതിനിധികൾ ഖത്തറിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ ഇന്ന്. മത്സരം ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30. ഇന്ത്യ ഫൈനലിലെത്തിയത് എല്ലാ മത്സരങ്ങളും വിജയിച്ച്. ഇന്ത്യൻ പോരാട്ടം 3ാം കിരീട നേട്ടത്തിനായി. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK ഹോസ്പിറ്റൽ, ടച്ചിങ് ഹ്യൂമൻ ലൈവ്സ്, എടപ്പള്ളി, ട്രിവാൻഡ്രം. അഞ്ജന, സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിൽ പൊങ്കാലയ്ക്ക് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു. 13ാം തീയതിയാണ് പൊങ്കാല. ഇനിയുള്ള ദിനങ്ങളൊക്കെ തന്നെ അവിടെ സ്ത്രീകളുടെ ശബരിമലയായി മാറും. ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് ആ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയായി നിരവധി ഭക്തർ പൊങ്കാലയിടാനായി അങ്ങോട്ടേക്ക് എത്തും. നിരവധി പേർ ഇപ്പോൾ തന്നെ അടുപ്പുകൾ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും അവർ സ്ഥലം പിടിച്ച് തുടങ്ങുകയാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആറ്റുകാൽ തിരുവനന്തപുരം ഭാഗത്താണെങ്കിൽ പോലും കേരളത്തിലുള്ള എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ അത്രയധികം ഭക്തി നിർഭരമാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഏതു ഭാഗത്താണെങ്കിലും ഇപ്പൊ തന്നെ എനിക്കൊന്ന് തിരക്കായി കഴിഞ്ഞു. എല്ലാവരും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി വ്രതം നോറ്റ് എത്രയും പെട്ടെന്ന് തന്നെ എത്തി ആറ്റുകാൽ അമ്മയെ കാണുക. അത്രയും ഭക്തി നിർഭരമായി തന്നെ തിരുവനന്തപുരവും ആറ്റുകാൽ അമ്മയുടെ ക്ഷേത്ര സന്നിധിയും മാറിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അനന്തപുരി യാഗശാലയായി മാറാൻ ഇനി 4 നാളാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകാനായിട്ട് പ്രശാന്ത് ചേരുന്നുണ്ട് ആറ്റുകാൽ സന്നിധിയിൽ നിന്നും. പ്രശാന്ത്, എന്തൊക്കെയാണ് കൂടുതലുള്ള വിശദാംശങ്ങൾ? കാരണം നമുക്ക് ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു പുത്തൻപുലരി നമ്മൾ തുടങ്ങുന്നത് തന്നെ ആറ്റുകാൽ അമ്മയുടെ ആ ഒരു പേരിൽ നിന്ന് തന്നെ, ആ ഒരു വാർത്തയോടനുബന്ധിച്ച് തന്നെ. മണ്ഡലകാലത്ത് ശബരിമലയിൽ നിന്ന് തുടങ്ങുന്നത് പോലെ തന്നെ ആറ്റുകാൽ ഉത്സവ സമയത്ത് നമ്മൾ ആറ്റുകാലിൽ നിന്ന് തുടങ്ങും. ശബരിമലയിൽ നമ്മൾ സ്വാമി ശരണമെന്ന് പറയും, ഇവിടെ നമ്മൾ ദേവി ശരണമെന്ന് പറയും. പ്രശാന്ത്. വിനോദും അഞ്ജനയും പറഞ്ഞതുപോലെ തന്നെ
വലിയ തിരക്ക് ഇവിടേക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് 5ാം നാളാണ്, ഉത്സവത്തിൻ്റെ 5ാം ദിവസമാണ്. 5ാം ദിവസം അതോടൊപ്പം തന്നെ ഞായറാഴ്ച കൂടിയാണ്. വലിയ തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി 4 ദിവസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഭക്തർ നേരത്തെ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യും. ദർശനം നടത്തി ആ പൊങ്കാല ദിവസത്തെ തിരക്കുകൾ കണക്കിലെടുത്തുകൊണ്ട് ദർശനം നടത്താൻ സാധിക്കാത്തവരടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ അമ്മയുടെ ദർശനം കണ്ട് സായുജ്യം അടഞ്ഞതിനു ശേഷം പൊങ്കാലയിലേക്ക് കടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഭക്തരുടെ ഒരു നീണ്ട നിര ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ ക്ഷേത്രം നട തുറക്കുന്നത് 4:30 ഇന്ന്. എല്ലാ ദിവസവും 4:30 തന്നെയാണ് നട തുറക്കുന്നത്. ഇന്നത്തെ പൂജാക്രമവും പള്ളിയുണ്ണത്തിലൂടെയാണ് നട തുറക്കുന്നത്. തുടർന്ന് നിർമ്മാല്യ ദർശനമുണ്ട്. അതിനുശേഷം അഭിഷേകം, ദീപാരാധന, ഉഷപൂജ, തുടർന്ന് ഉഷപൂജ, ദീപാരാധന, ഉഷശ്രീബലി, കളഭാഭിഷേകം തുടങ്ങി ക്ഷേത്രത്തിലെ ഓരോ ആചാര അനുഷ്ഠാനങ്ങളും തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇപ്പോഴും അതിനുശേഷമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന നെയ്വിളക്കിലടക്കം ഭക്തർ തിരികൊളുത്തുവാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. വലിയൊരു ഭക്തിയുടെ ഒരു ലഹരി തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ നിന്ന് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. നിരവധി ഭക്തർ, ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അത്രയും ഒരു ശബരിമലയ്ക്ക് തുല്യമായിട്ടൊരു പവിത്രവും പുണ്യവുമായിട്ട് തന്നെയാണ് ഈ ആറ്റുകാൽ ദേവീക്ഷേത്രവും ആ പരിസരവും കാണുന്നത്. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തന്നെ വലിയ തിരക്കാണ്. നമുക്കറിയാം, പൊങ്കാലയ്ക്ക് എത്തുന്ന ആളുകളുടെ ഒരു തിരക്ക് നമുക്കറിയാം. അതോടൊപ്പം തന്നെയാണ് ഈ ഉത്സവം ആരംഭിച്ചാൽ തന്നെ ദേശാന്തരങ്ങൾ താണ്ടി ഈ ആറ്റുകാൽ അമ്പലത്തിൻ്റെ, ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൻ്റെ കീർത്തി ദേശാന്തരങ്ങളോളം താണ്ടിയതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ പൊങ്കാലയോടനുബന്ധിച്ച് തന്നെ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഉള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതായത് ഒരാഴ്ച മുമ്പ് തന്നെ എത്തുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര സന്നിധിയിൽ പൊങ്കാല അർപ്പിക്കണമെന്നൊരു വലിയ ആഗ്രഹമുള്ളവരായിരിക്കും ഒട്ടുമിക്ക ആളുകൾ. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനോട് സമീപത്തുള്ള പ്രദേശങ്ങളിലെല്ലാം എത്തുകയും അവിടെയെല്ലാം പൊങ്കാല അർപ്പിക്കുവാനുള്ള കല്ല് അടുപ്പ് കൂട്ടി വെക്കുകയോ അല്ലെങ്കിൽ പേരെഴുതി വെക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആളുകൾ എത്തും. അതോടൊപ്പം തന്നെയാണ് ഈ ഭക്തരുടെ ഇന്ന് ഞായറാഴ്ച കൂടി ആയതോടുകൂടിയാണ് വലിയ തിരക്ക് നമുക്ക് ഇവിടുന്ന് അനുഭവിച്ച് അറിയാൻ കഴിയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊങ്കാലയിലേക്ക് കടക്കുമ്പോൾ പൊങ്കാല ദിനത്തിൽ അമ്മയുടെ ദർശനം നടത്തുന്നത് വലിയ ബുദ്ധിമുട്ടാവും. കാരണം പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ദർശനം കണ്ട് മടങ്ങുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഭക്തർ എത്തുകയും ഈ അമ്മയുടെ ദർശനം കണ്ടതിന് ശേഷം തുടർന്ന് പൊങ്കാല ദിവസം എത്തി പൊങ്കാല അർപ്പിക്കാം എന്നൊരു ചിന്തയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ്. ഇത് ഞായറാഴ്ച കൂടി ആയതോടുകൂടി തിരക്ക് വലിയ രീതിയിൽ അനുഭവപ്പെടുന്നു. പോലീസുകാരടക്കം അതിനെ നിയന്ത്രിക്കാൻ പാടുപെടുന്നൊരു അവസ്ഥയുമുണ്ട്. ഏറ്റവും കൂടുതൽ എത്തുന്നതും സ്ത്രീകളാണ്, അമ്മമാരാണ്. അതുകൊണ്ട് തന്നെ അവരെ കാത്തിരിപ്പിൻ്റെ ഒരു നിമിഷം കൂടിയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ, അതായത് നട തുറക്കുന്ന ആ സമയം മുതൽ തന്നെ രാവിലെ 4:30 മുതൽ തന്നെ വലിയ തിരക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. നമുക്ക് നേരത്തെ തന്നെ തലേ ദിവസം തന്നെ ഭക്തർ ഇവിടേക്ക് എത്തുകയും ഈ ദർശനത്തിലുള്ള ക്യൂവിലേക്ക് കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുമൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇന്നത്തെ 5ാം ദിവസത്തിലേക്കാണ് ഉത്സവം കടക്കുന്നത്. ഇനിയൊരു 4 ദിവസം ആണ്. ഇനി തുടർന്നുള്ള 4ാം നാളാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നത്. നിരവധി അമ്മമാർ, ഭക്തരെല്ലാം ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. നിരവധി പേരാണ് ഈ അമ്മയുടെ ദർശനം കണ്ട് സായുജ്യം അടയുവാനായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വലിയ തിരക്കും പോലീസ് അതിനെ നിയന്ത്രിക്കാനുള്ള പോലീസ് സന്നാഹവും ഇവിടെ സജ്ജമാണ്. വനിതാ പോലീസ് അടക്കമുള്ളവരെ സജ്ജീകരിച്ചിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കായിട്ട് വനിതാ പോലീസ് അടക്കമുള്ളവരെ ഇവിടേക്ക് സജ്ജമാക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഒരു ആവശ്യകത ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എത്തുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ക്രമീകരണങ്ങളും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ വലിയ ഒരു തിരക്കം കാണാം. അല്പസമയത്തിനുള്ളിൽ ഈ ദർശനത്തിലേക്ക് ആളുകൾ കടന്നുപോകും. പൂജാക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. തോറ്റംപാട്ട് അല്പസമയത്തിനുള്ളിൽ ഇവിടെ ആരംഭിക്കും. 7 മണിയോട് കൂടിയാണ്, 7 മണി കഴിഞ്ഞതിന് ശേഷമാണ് തോറ്റംപാട്ട് ആരംഭിക്കുക. ദേവിയുടെ ചിലമ്പുമായി പോകുന്ന കോവലനെ മധുര നഗരിയിലെ സ്വർണ്ണപ്പണിക്കാരൻ കാണുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതോടൊപ്പം തന്നെ ആ സ്വർണം
ആ ചിലമ്പ് പിടിച്ചെടുക്കുന്നതും അതിൽ കുറ്റം ചെയ്തില്ല മറച്ചു വയ്ക്കാൻ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചതെന്ന് മുദ്ര കുത്തുന്നതും അടക്കമുള്ള ആ ഭാഗം, ആ ചിലപ്പതികാരത്തിലെ ഈ കണ്ണകി ചരിത്രവുമായി ബന്ധപ്പെട്ട ചിലപ്പതികാരത്തിലെ ആ ഭാഗമാണ് ഇന്ന് തോറ്റംപാട്ടിലൂടെ ഈ തോറ്റംപാട്ട് കലാകാരന്മാർ ദേവിക്ക് മുന്നിൽ അർച്ചനയായി സമർപ്പിക്കുക. തുടർന്ന് ഇങ്ങോട്ട് മറ്റ് പൂജാക്രമങ്ങളും ക്ഷേത്രസന്നിധിയിൽ ഉണ്ടാവും. ഈ പ്രധാനമായും ഈ പരമാവധി ഭക്തരുടെ ദർശനം കണ്ട് അല്ലെങ്കിൽ ദർശനത്തിനുള്ള സായുജ്യം അടയുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. ഭക്തരും അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. അതോടെ പ്രാർത്ഥനാ നിർഭരരായി അക്ഷമരായി ഈ ക്ഷേത്രസന്നിധിയിൽ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയും. പരമാവധി ആളുകൾ ഇവിടേക്ക് എത്തി ദർശനം സായുജ്യം നേടുകയും ചെയ്യും. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ ഈ അതിൻ്റെ ഒരു എത്രത്തോളമുണ്ട് ക്യൂ എന്നത്, അല്ലെങ്കിൽ ഈ കാത്തു നിൽക്കുന്ന വലിയ ഭക്തരുടെ എണ്ണം ഭക്തജന എത്രത്തോളം തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. നേരത്തെ പ്രശാന്ത് പറഞ്ഞു. പ്രശാന്ത്, ഭക്തരുടെ ആരുടെയെങ്കിലും ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ കൂടി ലഭിക്കുമോ? കാരണം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദൂരദിക്കിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവരുടെ ആതിഥ്യ മര്യാദ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു കാലം കൂടിയാണ് ഈ പൊങ്കാല ഉത്സവത്തിൻ്റെ സമയം. എല്ലാവരും അവരുടെ വീടുകളും പരിസരവും ഒക്കെ പൊങ്കാല അടുപ്പിനായി സജ്ജീകരിച്ച് അവർ തന്നെ അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ദിനങ്ങളാണ്. അപ്പോൾ ഭക്തരുടെ പ്രതികരണങ്ങൾ കൂടി ലഭിക്കുമോ പ്രശാന്ത്? വിനോദ, തീർച്ചയായും നമുക്ക് ശ്രമിക്കാം. ചേച്ചി എവിടെ നിന്നാണ് ചേച്ചി വരുന്നത്? ഞാൻ ബാംഗ്ലൂർ. ബാംഗ്ലൂരാണ്. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, എല്ലാ വർഷവും വരാറില്ല. പൊങ്കാല അർപ്പിച്ചിട്ടല്ലേ പോകും? അങ്ങനെയാണ്? ഇല്ല, ഞാൻ ഇന്ന് തിരിച്ചു പോകും. ഇന്ന് തന്നെ ദർശനം നടത്തി തിരിച്ചു പോകും. ചേട്ടൻ എവിടെ നിന്നായിരുന്നു? തിരുവനന്തപുരത്ത്. ചേച്ചി ഒറ്റശ്ശേരമംഗലം വാഴ്ചൽ. ഇപ്പം ദർശനം നടത്തിയത് എങ്ങനെ? ഈ പൊങ്കാലയ്ക്ക് മുമ്പ് ദർശനം നടത്താനായിട്ട് വന്നതാണ്. തിരക്ക് കുറയ്ക്കാനായിട്ടല്ലേ പൊങ്കാല ദിവസത്തെ? എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ? കഴിഞ്ഞ വർഷം ഇട്ടില്ലായിരുന്നു. അച്ഛൻ്റെ മരണമൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ പൊങ്കാല അർപ്പിക്കുമ്പോൾ ഒരു അനുഭവം? മനസ്സിൻ്റെ തൃപ്തി, ഒരുപാട് കടാക്ഷങ്ങൾ, അമ്മയുടെ അനുഗ്രഹം കിട്ടാറുണ്ട്. ഇവിടെ അമ്മയുടെ അമ്മ എത്ര നാളായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്? കൊച്ചുനാളിലേ വരും. പിന്നെ പൊങ്കാല നമ്മൾ ഉത്സവം പോലെ നമ്മളിതല്ലേ. പിന്നെ എല്ലാ മാസവും 1-ാം തീയതിയും മലയാള മാസം 1-ാം തീയതിയൊക്കെ ദേവി അപ്പോഴപ്പോഴും വന്ന് അമ്മയെ തൊഴാൻ വരും. എല്ലാ മാസം 1-ാം തീയതി വരും? മലയാള മാസം. ഇത് ഈ പൊങ്കാലയ്ക്ക് മുമ്പ് നേരത്തെ ദർശനം നടത്താം, അങ്ങനെയാണോ? അങ്ങനെ തന്നെ വന്നത്. പൊങ്കാലയ്ക്കാകുമ്പം ഒട്ടും പറ്റിയില്ല. അപ്പം നേരത്തെ വന്ന് ദേവി അമ്മയെ കണ്ടിട്ട് വരാന്നുള്ളത്. വിനോദ, അത് തന്നെയാണ്. പൊങ്കാല സമയമാകുമ്പോൾ വലിയ തിരക്കാണ്. ആ തിരക്ക് സമയത്ത് ദർശനം നടത്തുന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ദർശനം നടത്തി പോകുന്നവർ ഉണ്ട്. ചേച്ചി എവിടെ നിന്നാണ്? സ്റ്റാച്യു പൊങ്കാല ഇടുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷം കൊണ്ട് ഇടുന്നുണ്ട്. അതുപോലെ ഉത്സവ സമയത്ത് ഇതുപോലെ അമ്പലത്തിൽ വരാറുമുണ്ട്. എങ്ങനെയാ അനുഭവം? നല്ല അനുഭവമാണ്. ഓരോ വർഷവും പൊങ്കാല ഇടാൻ ആ ഒരു സമയമാകുമ്പോൾ വല്ലാത്തൊരു ആഗ്രഹമാണ്. അത് നടക്കാതെ വരുമ്പോൾ വളരെയധികം വിഷമവും, പക്ഷേ ഒരു അമ്മയുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് അത് സാധിക്കാറുമുണ്ട് ആ ഒരു സമയമാകുമ്പോൾ. എന്തെങ്കിലും ആഗ്രഹങ്ങൾ അങ്ങനെ മനസ്സ് വെച്ചോണ്ടാണോ അതോ അല്ലാതെയാണോ? അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തല്ല, നമ്മൾ മനസ്സിൽ ആ ഒരു ഭക്തിയോടുകൂടി ചെയ്യുന്നു. അതറിഞ്ഞ് അമ്മ നമ്മളെ അനുഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. ഏതൊക്കെ പൊങ്കാലകൾ ഇടുന്നത്? ഞാൻ ഈ വർഷം പാൽപ്പായസമാണ് ഇടുന്നത്. ചേച്ചി എവിടെ നിന്ന്? ഞാൻ പൂജപ്പുര പൊങ്കാല ഇടുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 5-6 വർഷമായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. പൊങ്കാല ഇടും. ഇപ്പോൾ തൊഴാനും വരാൻ പറ്റുന്നുണ്ട്. ദിവസവും വരാറുണ്ടോ? ദിവസവും വരാറില്ല, വരാൻ പറ്റുന്ന സമയങ്ങളിൽ വരും. എങ്ങനെയാണ് അനുഭവം? അനുഭവം നല്ലതാണ്. നമുക്ക് പറ്റുമ്പോൾ വന്നിടും. അത് അമ്മ അനുഗ്രഹിക്കുന്നുണ്ട്, വിഷയമുണ്ട്. അത് തന്നെയാണ് വിനോദ്. പൊങ്കാല അർപ്പിക്കുന്നതിൻ്റെ ഒരു അനുഗ്രഹവും ഒക്കെ അമ്മ അനുഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത്രത്തോളം ഒരു വലിയ ആത്മനിർവൃതിയിലൊക്കെയാണ് ഈ പൊങ്കാല അർപ്പിക്കാനായിട്ട് ഇവിടേക്ക് ഭക്തരെത്തുന്നത്. അമ്മ എവിടെ നിന്നാണ് അമ്മ വരുന്നത്? ചെമ്പൂര് കാട്ടാക്കട വെള്ളാട്ട ചെമ്പൂര്. പൊങ്കാലയ്ക്ക് മുമ്പ് ദർശനം നടത്താൻ വന്നതാണോ? അതെ. ഇത്തവണ പൊങ്കാല ഇടുന്നില്ലേ? ഇടണം. എല്ലാ വർഷവും വരണം തന്നെ. കഴിഞ്ഞ വർഷം വന്നില്ല. അമ്മയുടെ സഹായം തന്നെ ഉള്ളത്.
എവിടെ പൊങ്കാല ഇടുന്നത്? സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ടോ? സ്ഥലമൊന്നും പിടിച്ചില്ല. ഇവിടെ പങ്കരത്തെ വരെ ഇവിടെ ചേച്ചിയുടെ ഇവിടെ ഉണ്ട് അടുത്ത്. ബസ്സിലൊന്നും എവിടുന്നാ വരുന്നത്? മഞ്ചവള ചേച്ചി അവളെ ചാച്ചിയാണ്. ചേച്ചി ഞാനിവിടെ അടുത്ത് തന്നെ കല്ലടി മുഖം പൊങ്കാല ഇടുന്നില്ല എത്തവണ? ഇടുന്നുണ്ട്. എങ്ങനെ അനുഭവം? ഞാൻ 25 വർഷം കൊണ്ട് ഇടുന്നുണ്ട്. 25 വർഷവും കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നാണ് ഇടുന്നത്. ഇപ്പം 2 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ താമസം. അപ്പോൾ ഇവിടെ ഇടും. ഞാൻ എൻ്റെ മോന് 5 വയസ്സായപ്പോൾ തൊട്ട് ഇവിടെ അമ്മയെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ അവന് 46 വയസ്സായി. ഇതുവരെ ഒരു മുടക്കത്തിൽ അമ്മ സഹായിക്കേ ഉള്ളൂ എല്ലാത്തിനും. ഞാൻ എല്ലാ വർഷവും വരും. തുടങ്ങിയപ്പം 101 കലത്തിൽ പൊങ്കാല എല്ലാ കുറേ വർഷം കൊണ്ട് 101 കലത്തിൽ ആദ്യത്തെ ദിവസം തന്നെ കൊടുക്കും. ദേവിയാണ് ഞങ്ങളുടെ എല്ലാം. ദേവിയുടെ ഞങ്ങളുടെ ഇതുവരെ ഞങ്ങൾ ഇവിടെ മണക്കാട്ടൊരിടത്താണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് കൊറോണയ്ക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇടും. ദേവിയുടെ സഹായം എപ്പോഴും ഉണ്ടാവും. മക്കളെ എല്ലാം തന്നെ ദേവി കാലൊടിഞ്ഞ് കമ്പി ഇട്ടുകൊണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അമ്മയുടെ സഹായം കൊണ്ട് ആണ്ടോറും വരണം. കാലൊടിഞ്ഞതിന് ശേഷം ഇതുവരെ മുടക്കമില്ല. ഇപ്പം പൊങ്കാലയ്ക്ക് മുമ്പ് ദർശനം നടത്താൻ വന്നതല്ലേ? പ്രശ്നത്തിന് വന്നത്. ആ തിരക്കൊഴിവാക്കാനായിട്ട്. അങ്ങനെയാണ് വന്നത്. പ്രാർത്ഥിച്ചോ? അത് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത്. അമ്മ തന്നെ എനിക്ക് സഹായം കൊടുക്കും. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ വേണ്ട കാലിൽ കമ്പി ഇട്ടിട്ട് നിൽക്കുകയാണ്. അതാണ് പ്രശാന്ത്, കാലിൽ കമ്പിയിട്ട് വരെ നിൽക്കുന്ന അമ്മമാരാണ് അവിടെ ഉള്ളത്. പ്രശാന്ത് ചോദിക്കുമ്പോൾ അമ്മമാരുടെ വാക്കുകളിൽ ആ ഭക്തി പ്രകടമാണ്. അഞ്ജന, 25 വർഷമായിട്ട് വരെ 1/4 നൂറ്റാണ്ടായി വരെ പൊങ്കാല ഇടുന്ന അമ്മമാർ ഈ കൂട്ടത്തിലുണ്ട്, സ്ത്രീകളുണ്ട്. എത്രമാത്രം ഭക്തിയോടുകൂടിയാണ് അവർ ആറ്റുകാലമ്മയെ തൊഴുത് പ്രാർത്ഥിച്ച് അവരുടെ മനസ്സിൽ ദേവിയെ കുടിയിരുത്തി ഒക്കെ എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കുന്നത് അല്ലേ? വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്. നിരോധിച്ചിട്ടും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിൽ ബസ് ഷെൽട്ടർ. എറണാകുളം പറവൂർ വാണിയക്കാടാണ് ബസ് ഷെൽട്ടർ നിലനിൽക്കുന്നത്. നിരോധിത സംഘടനയുടെ പേര് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നിരിക്കെ ബസ് ഷെൽട്ടർ നീക്കം ചെയ്യാത്തത് പോലീസ് വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഖിൽ പാലോട്ടുമഠം, അതുപോലെ തന്നെ ജിജീഷ് കരുണാകരനും ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്തും രാജീവും ഈ വാർത്തയ്ക്കൊപ്പം ചേരും. ആദ്യം നമുക്ക് അഖിലിലേക്ക് പോകാം. അഖിൽ, നമുക്കറിയാം PFI നിരോധിച്ച സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സംഘടനയുടെ പേരിൽ ഇപ്പോഴും ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിപ്പ് പുര, അതായത് ബസ് ഷെൽട്ടർ നിലനിൽക്കുകയാണ്. ആ സംഘടനയുടെ പേരൊക്കെ ഇങ്ങനെ ഗംഭീരമാക്കി പ്രദർശിപ്പിച്ചുകൊണ്ട്. അപ്പോൾ നിരോധിച്ച സംഘടനകളുടെ ഇതേപോലുള്ള പ്രദർശന ബോർഡുകൾ അത് പല രീതിയിലാണ്. ഇതേപോലുള്ള ബസ് ഷെൽട്ടറുകൾ തുടങ്ങി വിവിധ അവരുടെ പേരുകൾ പ്രദർശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വിവിധ സ്തൂപങ്ങളും ഒക്കെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. അതിൻ്റെ പ്രകടമായ തെളിവാണ് ഇപ്പോൾ ഉള്ള ഈ ബസ് ഷെൽട്ടർ. എന്തുകൊണ്ടാണ് ആ ബോർഡ് പോലും ഇവർ മറയ്ക്കാതിരിക്കുന്നത് അഖിൽ? വിനോദ്, ഗുഡ് മോർണിംഗ്. കേരളത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് രാജ്യമാകെ നിരോധിക്കപ്പെടുന്നത് 2022 സെപ്റ്റംബർ 28-നാണ്. രാജ്യത്ത് അക്രമങ്ങളുടെയും അതുപോലെ തന്നെ അരാജകത്വങ്ങളുടെയും ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും പേരിൽ പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് നിരോധിക്കപ്പെടുന്നത്. ക്രമസമാധാന പ്രശ്നം മുൻനിർത്തി അന്വേഷണ ഏജൻസികൾ നൽകിയ റിപ്പോർട്ടിന്മേലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ സംഘടനയെ അത് നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പുള്ള അവരുടെ രൂപം സിമി ആയാലും അതിനു മുമ്പുള്ള പല സംഘടനകളും ഒക്കെ തന്നെ അങ്ങനെ നിരോധിക്കപ്പെട്ടതാണ്. രാജ്യത്ത് അക്രമ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്നു, വിഘടനവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നു എന്നതായിരുന്നു അന്ന് കണ്ടെത്തിയ കാര്യങ്ങളും. അതിന് സമാന്തരമായി ചില സംഘർഷങ്ങളൊക്കെ തന്നെ ഭീകരവാദ സ്വഭാവമുള്ള ചില സംഘർഷങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2022 ഈ സംഘടന നിരോധിച്ചതിനു പിന്നാലെ തന്നെ രാജ്യത്തെമ്പാടുമുള്ള അവരുടെ പ്രദർശനികളെല്ലാം തന്നെ മാറ്റണമെന്ന നിർദ്ദേശം പോലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരുന്നതാണ്. പക്ഷേ കേരളത്തിൽ മാത്രം അത് ഫലപ്രദമായി നടക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ ബസ് സ്റ്റോപ്പ്. 2018 ഫെബ്രുവരി 17 പോപ്പുലർ ഫ്രണ്ട് ഡേയിൽ ഈ നാടിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ബസ് കാത്തിരിപ്പ് കേന്ദ്രം
പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വാണിയങ്കോട് യൂണിറ്റ് എന്ന പേരിൽ ഒരു ബസ് സ്റ്റോപ്പ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അറിയുന്നത് പോലെ തന്നെയാണ് അരികിലെ രക്തസാക്ഷി മണ്ഡപങ്ങൾ, അതുപോലെ തന്നെ വഴിയരികിലുള്ള കൊടിതോരണങ്ങൾ, വഴിയരികിലുള്ള സ്തൂപങ്ങൾ, അതുപോലെ തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ഇവയൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായി നീക്കം ചെയ്യണമെന്ന് മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശമായി നൽകിയത്. ഈ നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോഴും ഈ കാണുന്ന ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് എറണാകുളം ജില്ലയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂരിൽ വാണിയംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്ന ബസ് സ്റ്റോപ്പ്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ കൊടി, അതായത് നിരോധിത സംഘടനയുടെ കൊടി പതിച്ച ഒരു ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പ് അവരുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പ് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഈ പ്രദേശത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ചോദ്യം. ഒരു നിരോധിത സംഘടനയുടെ പ്രദർശനി ഇങ്ങനെ വീണ്ടും പ്രചരിപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒരു സംശയവും ചോദ്യവുമായി അവശേഷിക്കുന്നത് വിനോദ്. കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നത് പോലെ തന്നെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, അതുപോലെ തന്നെ അക്രമ സംഭവങ്ങളൊക്കെ നേതൃത്വം നൽകുന്ന ഒരു ഭീകര സംഘടനയാണ് എന്ന കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുക്കുന്നത്. ഇവിടെ നിന്ന്, അതായത് ഈ പറവൂരിൽ നിന്നും കുറച്ചകലെയാണ് തൊടുപുഴ. അവിടെയാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സംഭവം അടക്കമുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. സിമിയുടെ നേരത്തെ കേന്ദ്രമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന് ഏറെ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് ഈ വാണിയംകോട് എന്ന് പറയുന്നത്. മുമ്പ് സിമി എന്ന ഭീകരവാദ സംഘടനയുടെ രഹസ്യ ക്യാമ്പ് സംഘടിപ്പിച്ച പാനിയംകുളം ഇതിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴയിൽ അധ്യാപകൻ്റെ കൈവെട്ട് കേസിൽ പ്രതികൾ താമസിച്ചിരുന്ന വെട്ടിമുറി എന്ന സ്ഥലവും ഇതിന് സമീപമാണ്. അതായത് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ, അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഒളിവിൽ താമസിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നൊരു പ്രദേശം കൂടിയായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഇടപെടണമെന്നൊരാവശ്യം വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, വിവിധ ക്ലബ്ബുകളുടെ, വിവിധ സാംസ്കാരിക സംഘടനകളുടെ എല്ലാം പേരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട്. സർക്കാരിനും അപ്പുറത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഒരു നിരോധിത സംഘടനയുടെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു എന്ന റിപ്പോർട്ടിന്മേൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ വെയിറ്റിംഗ് ഷെഡ് ഇപ്പോഴും തുടരുന്നു എന്ന വിചിത്രമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വിനോദ്. അതെ, അപ്പോൾ നമുക്കിനി പ്രശാന്തിലേക്ക് കൂടി ഒന്ന് പോകാം. പ്രശാന്ത്, ഇവിടെ അഖിൽ പറഞ്ഞു വെക്കുന്നത് നിരോധിത സംഘടനയുടെ ഇതേപോലുള്ള ബസ് കാത്തിരിപ്പ് പുരകൾ, അവരുടെ കൊടിതോരണങ്ങൾ, സ്തൂപങ്ങൾ ഒക്കെ സംസ്ഥാന വ്യാപകമായി തന്നെ ഉണ്ട്. നിരോധിച്ചു എന്നുള്ളത് രേഖകളിൽ മാത്രമാണ്. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം പരസ്യമായി നടത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ഈ നിരോധിച്ച സംഘടനയുടെ പേരുകൾ പ്രദർശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള അവർ സ്ഥാപിച്ച കൊടിതോരണങ്ങൾ, സ്തൂപങ്ങൾ, അതുപോലെ തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പോലുള്ള മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് മാറ്റാൻ ഉള്ള ചട്ടം അല്ലെങ്കിൽ ഇത് മാറ്റാനുള്ള നടപടി എന്തുകൊണ്ടാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ പോകുന്നത്? പ്രശാന്ത്. അതീവ ഗൗരവപൂർവമായ ഒരു കാര്യമാണ് ഈ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിരോധിത സംഘടനയുടെ ബസ് ഷെൽട്ടർ ഇപ്പോഴും നിലനിൽക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. കാരണം ഇത്തരം സംഘടനകളുടെ അല്ലെങ്കിൽ നിരോധിച്ച സംഘടനകളുടെ ഇത്തരം കൊടിതോരണങ്ങളോ അല്ലെങ്കിൽ പേരുമായി ബന്ധപ്പെട്ട പേരിനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നിരിക്കെ അത്തരം സംഭവങ്ങളിൽ അല്ലെങ്കിൽ പേരുകൾ പോലെയുള്ളവ അല്ലെങ്കിൽ കൊടിതോരണങ്ങളൊക്കെ ഇപ്പോഴും കെട്ടുക എന്ന് പറയുന്നത് അതീവ ഗൗരവമാണ്. പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനയെ രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കണ്ടെത്തൽ, അതുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെൻറ്റുകൾ അടക്കമുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ സംഘടനയെ നിരോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിൽ തന്നെ ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ടിൽ തന്നെ നിരവധി മറ്റ് സംഘടനകളെയും നിരോധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നും ഇത്തരത്തിൽ ഈ കൊടിതോരണങ്ങളും ബസ് ഷെൽട്ടർ അടക്കം
ഇത്തരത്തിൽ ഉണ്ടാകുക എന്നത് വലിയ ഗൗരവത്തോടു കൂടി കാണുന്നതാണ്. പക്ഷേ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇത് എത്രത്തോളം കാര്യക്ഷമമായി, അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ ഉദ്യോഗസ്ഥരടക്കം എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നത് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കാരണം ഇപ്പോഴും അവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ ബസ് ഷെൽട്ടർ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അത് നീക്കം ചെയ്തില്ല എന്നത് തന്നെ അതീവ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് തന്നെ വേണം പറയാൻ. നേരത്തെ നമുക്കറിയാം തിരുവനന്തപുരത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു കൊടി ഒരു മരത്തിന് മുകളിൽ കെട്ടിത്തൂക്കിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് സമാനമായ രീതിയിൽ വാർത്തകൾ വന്നതിന് ശേഷം, മാധ്യമങ്ങളടക്കം വാർത്തകൾ വന്നതിന് ശേഷമാണ് പിന്നീട് അത് അഴിച്ചു മാറ്റുന്ന നിലയിലേക്ക് വന്നത്. ഇപ്പോഴും ഇതിനെ തോന്നിപ്പിക്കുന്നത് ഇപ്പോഴും ഇത് ഈ പോപ്പുലർ ഫ്രണ്ട് സജീവമായി തന്നെ, നിരോധിച്ചെങ്കിൽ പോലും പോപ്പുലർ ഫ്രണ്ട് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ അവരിപ്പോഴും രഹസ്യമായിട്ട് അവരുടെ പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസും അതോടൊപ്പം തന്നെ ഇന്റലിജൻസും അതിലൊരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുക. മാത്രമല്ല ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുവാൻ സാധ്യതയുണ്ടാവില്ല. ഇത് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു നിരോധിത സംഘടനയുടെ പേരിൽ ഒരു ബോർഡോ അല്ലെങ്കിൽ ബസ് ഷെൽട്ടർ അടക്കമുള്ളവ സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് മറ്റ് കണ്ടെത്തുകയും അത് സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും അത് അറിയിച്ചുകൊണ്ട് അത് നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു കളയുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയില്ല എന്നതും വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടത്. നേരത്തെ നമ്മൾ അറിയാം ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് അവർ PFI കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തെങ്കിലും അല്ലെങ്കിൽ നിരോധിച്ചെങ്കിൽ പോലും അവരുടെ രാഷ്ട്രീയ സംഘടന ഇവിടെ നിലനിൽക്കുന്നു എന്നൊരു വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരം സാഹചര്യത്തിൽ ഇപ്പോഴും ഈ സംഘടന ശക്തമായി അല്ലെങ്കിൽ പോകുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും അടിയന്തരമായിട്ടൊരു നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമാകുന്നുണ്ട്. മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു ആഭ്യന്തര വകുപ്പിന്റെ തന്നെ ഒരു പരാജയമായിട്ട് തന്നെ വേണം നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ല എന്നതും തന്നെ അവരുടെ ഒരു കാര്യക്ഷമമില്ലായ്മയാണ്. എന്തായാലും അടിയന്തരമായിട്ടുള്ള നടപടി വേണമെന്ന ആവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമാകുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നേരത്തെയും സമാനമായ രീതിയിൽ പലയിടങ്ങളിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിരിക്കെ കുറച്ചുകൂടി ഗൗരവത്തോടെ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്തേണ്ടതായിരുന്നു. എന്നാൽ വളരെ ഗൗരവത്തോടെ തന്നെ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. എന്തായാലും ജനം TV വാർത്ത ജനസമക്ഷം സമർപ്പിക്കുന്നതോടുകൂടി ആഭ്യന്തര വകുപ്പും ഇന്റലിജൻസും ഒക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധ കൂടുതലുണ്ടായി, ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. നിരോധിച്ചിട്ടും പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ബസ് ഷെൽട്ടർ, അതിൻ്റെ ഒരു വാർത്ത ഇതായിരുന്നു നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയത്. വീണ്ടും ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ഇടവേളയ്ക്ക് ശേഷവും എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായിട്ട് ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, നിരോധിത സംഘടനയാണ്, അത് എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു ഉറപ്പോടുകൂടി തന്നെയാണ് അത്തരത്തിലൊരു ഷെൽട്ടർ, ആളുകൾ വളരെയധികം വന്നു പോകുന്നൊരു സ്ഥലമാണ്, ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് അധികം കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ഷെൽട്ടർ, ഒരു കാത്തിരിപ്പ് കേന്ദ്രം അവർ നിർമ്മിക്കുകയും അത് പൊളിച്ചു മാറ്റാൻ യാതൊരു തരത്തിലും ശ്രമിക്കാതിരിക്കുകയും ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അതിനോടൊരു നിസ്സംഗത മനോഭാവമാണ് നിലനിൽക്കുന്നതാണ് വിനോദ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇത്തരത്തിൽ നിരോധിതമായി അല്ലെങ്കിൽ നിരോധിച്ചൊരു സംഘടന ഒരു രേഖകളിൽ മാത്രം നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനൊരു നിസ്സംഗ മനോഭാവം സർക്കാരിന്റെ ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ജിജീഷ്. അഞ്ജന, ഇക്കാര്യത്തിലൊരു പ്രീണന രാഷ്ട്രീയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ മതഭീകര സംഘടനകളോട് പോലും സന്ധി ചെയ്യുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുമെല്ലാം ഉണ്ടാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി മാറുകയാണ് വണിക്കാടുള്ള ഈ ബസ് ഷെൽട്ടർ. കാരണം ഈ 2022 നിരോധനത്തിന് ശേഷം ഇതുവരെ ആ ബസ് ഷെൽട്ടർ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല, യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സാധാരണ നിലയിൽ നിരോധിത ഭീകര സംഘടനയാണ്, ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധി ഭീകരപ്രവർത്തനങ്ങൾ നടത്തി എന്ന് വിവിധ അന്വേഷണ ഏജൻസികൾ, ദേശീയ അന്വേഷണ ഏജൻസി അടക്കം പല ഘട്ടങ്ങളിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ഈ സംഘടനയെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ നിരോധനം എന്ന ഘട്ടത്തിലേക്ക് രാജ്യത്ത് നിരോധിക്കുക, ഭീകരത പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ഭീകരവാദം, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ ഗുരുതരമായ കുറ്റങ്ങളുടെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ ബസ് സ്റ്റോപ്പ്, ബസ് ഷെൽട്ടർ ഇത്തരത്തിൽ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല അവരുടെ ശക്തി കേന്ദ്രം, മതഭീകര ശക്തികളുടെ ശക്തി കേന്ദ്രങ്ങളായ നിരവധി സ്ഥലങ്ങൾ
സംഘടനകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അത്തരത്തിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ മേഖലയടക്കമുള്ള പ്രദേശം എന്ന് പറയുന്നത്. നേരത്തെയും അവിടെ സിമി ക്യാമ്പ് അടക്കം ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ അതിന് വളരെ അകലെയല്ലാതെയാണ് ഉള്ളത്. പാനായിക്കുളം ക്യാമ്പ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മതഭീകരവാദികൾ ആസൂത്രിതമായി തന്നെ ഗൂഢാലോചന ലക്ഷ്യമിട്ടുകൊണ്ട് ചേർന്ന യോഗങ്ങൾ, അവിടെ നിന്ന് നിരവധി ലഘുലേഖകളടക്കം പിടിച്ചെടുത്തിരുന്നു. പ്രധാനപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുകയും എല്ലാം ചെയ്തു. കാരണം ഈ പോപ്പുലർ ഫ്രണ്ടിന് മുമ്പ് ഉണ്ടായിരുന്ന മറ്റൊരു സംഘടനയായ സിമി, ആ സിമി നിരോധിക്കപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് അത് പോപ്പുലർ ഫ്രണ്ടായി മാറുകയും പോപ്പുലർ ഫ്രണ്ടിന് ശേഷം STPIയിലൂടെ അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് മതഭീകരവാദികൾ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു. ബസ് ഷെൽട്ടറുകളിലൂടെ അടക്കം സാധാരണ നിലയിൽ ഒരു രാജ്യത്ത് നിരോധിത ഭീകര സംഘടനയുടെ പേരുകൾ കുത്തിവെക്കാനോ അത് പ്രചരിപ്പിക്കാനോ അതുമായി ബന്ധപ്പെട്ട സ്തൂപങ്ങളോ അവരുടെ കൊടികളോ അവരുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള സ്ഥാപനങ്ങളോ പ്രവർത്തിക്കാൻ അനുവാദമില്ല എന്നിരിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആലുവയുടെ വിവിധ മേഖലകളിൽ അടക്കം റെയ്ഡുകൾ നടത്തി പരിശോധനകൾ നടത്തിയ ശേഷം നിരവധി ഓഫീസുകൾ പൂട്ടി സീൽ ചെയ്തിരുന്നു. അത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളാണ്. അങ്ങനെ നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഓഫീസുകൾ പൂട്ടി സീൽ ചെയ്യുക, അവരുടെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം കണ്ടുകെട്ടുക തുടങ്ങിയ നടപടികളെല്ലാം പൂർത്തിയാക്കിയ അതേ സമയത്ത് തന്നെയാണ് ഒരു ഭാഗത്ത് അവരുടെ ബസ് ഷെൽട്ടർ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ആ ബസ് ഷെൽട്ടർ ആളുകൾക്ക് നിരോധിത സംഘടനയുടെ പേരോടുകൂടി തന്നെ അതവിടെ നിലനിൽക്കുകയും ചെയ്യുന്നത് എന്നത് ഏറ്റവും വലിയ ഒരു വിരോധാഭാസമായി തന്നെ നിലനിൽക്കുന്നു. എത്രമാത്രം സ്വാധീന ശക്തി ഈ മേഖലകളിലെല്ലാം തന്നെ നിരോധിത ഭീകര സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണം കൂടിയാണ് ഈ ബസ് ഷെൽട്ടർ. സാധാരണ നിലയിൽ നിരോധനത്തിന് ശേഷം ആ ഇത്തരം സംഘടനകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ ബോർഡുകളോ കൊടികളോ ബാക്കിയുണ്ടെങ്കിൽ അത് കൃത്യമായി സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതിനാണ് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ശിവകുമാർ ഒക്കെ തന്നെ പറയുന്നത്. കേരളത്തിൽ ഇക്കാര്യത്തിൽ പ്രീണനം ഉണ്ട് എന്നുള്ളതാണ്. പ്രകാശൻ വേലുക്കുട്ടി പറയുന്നു SDPI എന്നുള്ള പേര് മാത്രം നിരോധിച്ചിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. അതേപോലെ തന്നെ രാജൻ ചേങ്ങാട്ട് അങ്ങനെയും പറയുന്നു മുഖ്യമന്ത്രിയൊന്നും ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന്. രാജീവ് കൂടി ചേരുന്നു. രാജീവ് ചേരുന്നു. രാജീവ്, ഈ സംസ്ഥാനത്ത് ഇതേപോലെ നിരോധിത സംഘടന ഉണ്ടെങ്കിൽ അവരുടെ പേരിലുള്ള ഇതേപോലുള്ള ബസ് ഷെൽട്ടറുകൾ, പൊതുജനങ്ങൾ കാണുന്ന ഇതേപോലുള്ള പ്രദർശനികൾ, പ്രത്യേകിച്ച് സ്തൂപങ്ങൾ, കൊടിതോരണങ്ങളൊക്കെ തന്നെ അത് നീക്കം ചെയ്യേണ്ടതല്ലേ? ഇതിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിൽ ഇവിടെ ഇപ്പോൾ ഈ കൊച്ചിയിൽ മാത്രമല്ല വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ നിരോധിത സംഘടനകൾ സ്ഥാപിച്ച കൊടിതോരണങ്ങൾ, സ്തൂപങ്ങളൊക്കെ സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ കാണാം. അപ്പോൾ ഇത് ശരിക്കും നീക്കം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ആഭ്യന്തര വകുപ്പാണോ പോലീസാണോ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത്? എന്താണ് സംസ്ഥാനത്ത് ഇക്കാര്യത്തിൽ പോലീസ് സാധാരണയായി സ്വീകരിക്കേണ്ട നടപടി? ഇക്കാര്യത്തിൽ പോലീസ് ഇതിനൊരു വീഴ്ച ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുമോ രാജീവ്? വിനോദ്, തീർച്ചയായും വളരെ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിത ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിന് ശേഷം കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകിയതാണ്. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കേരളത്തിന്റെ ഭാഗത്ത് നിന്നും ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച തുടക്കം മുതൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും ഈ ഓഫീസുകൾ അടച്ചുപൂട്ടി സീൽ ചെയ്യണമെന്നുള്ള നിർദ്ദേശം ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരുന്നു. എന്നാൽ നമുക്കറിയാം, പിന്നീട് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചതോടെ ദേശീയ അന്വേഷണ ഏജൻസി നേരിട്ടെത്തിയാണ് മലപ്പുറം ഗ്രീൻ വാലി പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രം ഉൾപ്പെടെ ഈ ഗ്രീൻ വാലിയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഈ ഗ്രീൻ വാലി ദേശീയ അന്വേഷണ ഏജൻസി മാസങ്ങൾക്ക് ശേഷം നേരിട്ടെത്തിയാണ് അടച്ചുപൂട്ടിയത്. ഇതിനൊപ്പം തന്നെ റിസോർട്ടിന് സമാനമായി ഇടുക്കിയിൽ പ്രവർത്തിച്ചിരുന്ന ആയുധ പരിശീലന കേന്ദ്രവും പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഈ കണ്ടുകെട്ടിയത്. ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസിയാണ്. പോലീസിന് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചതിന് ശേഷവും കൃത്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ സ്വീകരിച്ചിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസി നേരിട്ട് നടപടികൾ പിന്നീട് സ്വീകരിക്കുകയായിരുന്നു. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതായത് ആളുകൾ കാണുന്ന ഒരു പ്രദേശത്താണ് ഈ നിരോധിത സംഘടനയുടെ പേരിൽ ഒരു ബസ് ഷെൽട്ടർ പ്രവർത്തിച്ചു വന്നിരുന്നത്. മാത്രമല്ല, ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് PFIയുടെ പ്രവർത്തനം ഇപ്പോഴും സജീവമാണെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നത്. പോലീസിനും ഇത് സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ പോലീസ് ഈ ബസ് ഷെൽട്ടർ അടച്ചുപൂട്ടാനുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, PFIയുമായി ബന്ധപ്പെട്ട മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന വിവരം കൃത്യമായി തന്നെ കേന്ദ്ര ഇന്റലിജൻസ് സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ അവിടെയും കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോഴും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. നേരത്തെ നമുക്കറിയാം, PFI ഇവിടെ ഒരു അപ്രഖ്യാപിത ഹർത്താൽ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അക്രമ സംഭവങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന്
കേരള ഹൈക്കോടതി നേരിട്ടാണ് PFIക്കെതിരെ നടപടിയെടുക്കണം, ഈ PFIയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ട് ഈ അക്രമങ്ങളിൽ എത്ര നാശനഷ്ടമുണ്ടായോ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയത്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ ആദ്യഘട്ടത്തിലൊന്നും സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതിക്ക് ആവർത്തിച്ച് പറയേണ്ട വന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ ആഭ്യന്തര സെക്രട്ടറിയെ ഹൈക്കോടതിയിലേക്ക് വിളിച്ചു വരുത്തേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ഇതിനുശേഷമാണ് ചില നടപടികളിലെങ്കിലും സ്വീകരിച്ചത്. ഇതിനുശേഷമാണ് ഏതായാലും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിത സംഘടനയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. അതിനു മുൻപായി തന്നെ ദേശീയ അന്വേഷണ ഏജൻസി സംസ്ഥാനത്ത് PFI നേതാക്കളുടെ വീടുകളിൽ വ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നു. PFI ഭീകരരെ കണ്ടെത്താനുള്ള തിരച്ചിലായിരുന്നു നടത്തിയത്. ഈ റെയ്ഡ് വിവരങ്ങൾ പോലും കേരള പോലീസ് ചോർത്തി നൽകുന്ന സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് കേരള പോലീസിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ടാണ് രണ്ടാം ഘട്ടത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധനകൾ വ്യാപകമായി നടത്തിയത്. കേന്ദ്ര ഇന്റലിജൻസും ദേശീയ അന്വേഷണ ഏജൻസിയും അല്ലാതെ മറ്റാരെയും ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഭീകരരെ പിടികൂടാനും ജയിലിലടയ്ക്കാനും കഴിഞ്ഞത് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ തന്നെ പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി വിവരങ്ങൾ ചോരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ബസ് ഷെൽട്ടർ സ്ഥിതി ചെയ്യുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഇപ്പോഴും PFIക്ക് സംസ്ഥാനത്ത് സജീവമായി നിലനിൽക്കാൻ കഴിയുന്നു, സജീവമായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തടയാൻ കേരള പോലീസിന് കഴിയുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ഗ്രീൻ വാലിയും അതുപോലെ തന്നെ ഈ PFIയുടെ മറ്റ് സ്വത്തുക്കളുമൊക്കെ കണ്ടുകെട്ടിയ പോലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇവിടെ എല്ലാ സംരക്ഷണവും PFIക്ക് ഇപ്പോഴും ലഭിക്കുന്നു. PFIയുടെ പേര് മാറിക്കൊണ്ട് ഇപ്പോഴും പ്രവർത്തനം സജീവമാക്കാൻ അവർക്ക് കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് വിനോദ്. അതെ, തീർച്ചയായും കേരളത്തിൽ നിരോധിച്ചിട്ടും ആ സംഘടനയ്ക്ക് പല തലത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു. ഇത്തരത്തിലുള്ള പ്രദർശന ബോർഡുകൾ ഇപ്പോഴും സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നത്. റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ PFI നേതാക്കൾക്ക് ഇത്തരം കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത് പോലും കേരള പോലീസാണ് എന്ന് ഗുരുതരമായ വീഴ്ചയാണ്, അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് രാജീവ് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യവിലോപം ആഭ്യന്തര വകുപ്പിന്റെയും ഇന്റലിജൻസിന്റെയും പോലീസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായി വെഞ്ഞാറമൂട് പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതിയുടെ മൊഴികളിലെ വസ്തുത അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം പ്രതിയുടെ മാനസിക നില സംബന്ധിച്ചും വിശദ പരിശോധന നടത്തും. വാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. വിവരങ്ങൾ നൽകാനായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഇപ്പോൾ തെളിവെടുപ്പ് വാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു കൊലപാതക കേസിൽ വിനോദം, എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആ പ്രതിയുടെ മാനസിക നിലയെ പറ്റിയാണ്. ഏറ്റവും അധികം കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ കൊലപ്പെടുത്തിയ ശേഷവും മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ മാനസിക നിലയിൽ അല്ലെങ്കിൽ അത്തരം ഒരു കൊലപാതകം നടത്തിയിൽ ഒട്ടും തന്നെ ഒരു കുറ്റബോധം തോന്നാതെയാണ് പ്രതി തെളിവെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പോലീസിനോട് വിശദമാക്കുകയും ചെയ്തത്. എന്തൊക്കെയാണ് ടിൻഡു മറ്റ് വിശദാംശങ്ങൾ? ഈ അഫാൻ ചെയ്ത ക്രൂരതകളിൽ ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് അഫാന്റെ കാമുകി ഫർസാനയെ കൊലപ്പെടുത്തിയത് വൈരാഗ്യം കൊണ്ട് എന്നാണ് അഫാൻ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് പാങ്ങോട് പോലീസാണ്. പാങ്ങോട് പോലീസ് നടത്തിയ തെളിവെടുപ്പിനിടയിലാണ് അഫാൻ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു പറഞ്ഞത്. ഇന്നും നാളെ, അതായത് ഇന്ന് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധിക്കില്ല, കാരണം ഇന്ന് കോടതി അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അഫാന്റെ മാനസിക നില പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ബോർഡിനെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ ബോർഡ് അഫാനുമായിട്ട് സംസാരിച്ചതിന് ശേഷം അഫാന്റെ മാനസിക നിലയെ പറ്റി പഠനം നടത്തും. മറ്റ് പ്രശ്നങ്ങളും ഇന്നും ഇല്ല എന്ന് റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ നാളെ ചുള്ളാളത്തെ കൊലപാതകത്തിൽ വല്യുമാനെയും കൊലപ്പെടുത്തിയ കേസിൽ ചുള്ളാളത്തെ കൊലപാതകത്തിൽ കിളിമാനൂർ പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ട് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രധാനമായിട്ടും 3 പോലീസ് സ്റ്റേഷനുകളാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വെഞ്ഞാറമൂട്, കിളിമാനൂർ, അതോടൊപ്പം തന്നെ പാങ്ങോട് സ്റ്റേഷൻ പരിധി വരുന്നത് അഫാന്റെ വാപ്പുമ്മ നസീബ ബീബിയെ കൊലപ്പെടുത്തിയ കേസാണ്. ആ കേസിലാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയത്. നസീബ ബീബിയെ കൊലപ്പെടുത്തിയ കല്ലറ പാങ്ങോട് താഴെപ്പള്ളിയിലുള്ള വീട്ടിലും അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിന്റെ ഇന്റൻഷൻ നടക്കുന്ന അഫാന്റെ വീട്ടിലും നേരിട്ടെത്തി അഫാനെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. നാളെ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ഈ ചുള്ളാളത്തെ ഇരട്ട കൊലപാതക കേസിലാണ് നാളെ കസ്റ്റഡി അപേക്ഷ വാങ്ങുക.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 3 കൊലപാതകങ്ങളുടെ ഇന്റൻഷൻ നടക്കുന്നത് അഫാന്റെ പേരുമലയിലുള്ള വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ 3 തെളിവെടുപ്പുകളും പേരുമലയിലെ വീട്ടിലായിരിക്കും അവസാനിക്കുക. എന്തായാലും ഈ ക്രൂര കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അഫാൻ ചെയ്ത ക്രൂരതകളുടെ വിവരങ്ങൾ മൊഴിയിലൂടെ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയത് വൈരാഗ്യത്തിന്റെ പേരിലെന്നാണ് ഏറ്റവും അവസാനമായി വരുന്ന മൊഴി. പെൺസുഹൃത്ത് മാല പണയം വെക്കാൻ സ്വന്തം കാമുകിയെ കൊലപ്പെടുത്തിയത് വൈരാഗ്യത്തിന്റെ പേരിൽ. മാല നൽകിയതിനു ശേഷം, അഫാന് മാല കൊടുത്തതിന് ശേഷം കാമുകി, അതായത് ഫർസാനയുടെ അമ്മ മാല എവിടെ എന്ന് ചോദിച്ചതിന്റെ പേരിൽ തുടങ്ങി ആ ഒരു വൈരാഗ്യം മനസ്സിൽ കൊണ്ട് നടന്നു തന്നെയാണ് അഫാൻ സ്വന്തം കാമുകിയെ കൊലപ്പെടുത്തിയതും ഒപ്പം തന്നെ സ്വന്തം സഹോദരനെയും മറ്റു കുടുംബാംഗങ്ങളെയും ഒക്കെ ഇതുപോലെ കൊലപ്പെടുത്താനുള്ളൊരു മാനസിക നിലയിലാണ് അയാൾ ഉണ്ടായിരുന്നത്. ആ ഒരു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഒരു മാനസിക നില എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വരേണ്ടതുണ്ട്. ഹനീഫ പറയുന്നു അവനെ വെള്ള പൂശാൻ വേണ്ടി ശ്രമിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇത്രയും വലിയ കൊലപാതകം നടത്തിയിട്ടും അത് എന്തോ മാനസിക പ്രശ്നമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ വെള്ള പൂശുന്ന മാധ്യമങ്ങളും ഉണ്ട് എന്ന് ഹനീഫയെ പോലുള്ള പ്രേക്ഷകർ പറയുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. ചാമ്പ്യൻസ് പോരാട്ടം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ കിരീട നേട്ടത്തിനായി ഇന്ത്യ ഇന്ന് ഇറങ്ങുമ്പോൾ മത്സരത്തെ വിലയിരുത്താനായി ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് മുതിർന്ന സ്പോർട്സ് ജേർണലിസ്റ്റ് KR നായർ ചേരുന്നു. സ്വാഗതം ശ്രീ KR നായർ. ഇന്ന് ഇന്ത്യയുടെ ചാമ്പ്യൻസ് പോരാട്ടം നടക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 അവിടെ മത്സരം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഇന്ന് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൻ്റെ ഫൈനൽ മത്സരം അരങ്ങേറുകയാണ്. അതിനു മുൻപായി 6 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്ത KR നായർ നമ്മോടൊപ്പമുണ്ട്. അതുമാത്രമല്ല 2020 വൺഡേയുമായി 15 ലോകകപ്പുകളും ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ക്രിക്കറ്റിനെ വിലയിരുത്തുകയാണ്. ഇന്നത്തെ സാധ്യതകൾ, ഇന്ത്യ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ, അങ്ങനെ കാര്യങ്ങൾ എന്താണ്, ആരാണ് ഇന്ന് ജയിക്കാനുള്ള സാധ്യത ഏറെയുള്ളത്? ജയിക്കാനുള്ളതിനെക്കാട്ടിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് റിപ്പീറ്റ് മാച്ചാണ്. ഈ റിപ്പീറ്റ് മാച്ച് ആകുമ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീമുകളും നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യും. ബിക്കോസ് ഇത് മിസ്റ്ററി. ഇപ്പോൾ കഴിഞ്ഞ തവണ ഏർലി ഇന്ത്യയുടെ കുറേ വിക്കറ്റ്സ് പോയി. സോ ഇന്ത്യ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. ന്യൂസിലൻഡ് എന്ത് ചെയ്യും? ആ വരുൺ ചക്രവർത്തിയുടെ ആ ചലഞ്ച് അതെങ്ങനെയാണെന്നുള്ളതും അത് കൗണ്ടർ ചെയ്യാൻ നോക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ കഴിഞ്ഞ തവണത്തെ റിപ്പീറ്റ് മിസ്റ്റേക്സ് നടക്കാതിരിക്കാനായിട്ടുള്ള ഒരു കണ്ടസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആര് ജയിക്കും എന്നുള്ളത് ഏറ്റവും ലെസ് മിസ്റ്റേക്സ് കാണിക്കുന്ന ടീമായിരിക്കും. പിച്ചിന് സ്വഭാവത്തെ പറ്റി വിലയിരുത്തുവാണെങ്കിൽ എങ്ങനെയാണ്? ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്കാണ് ചാൻസ് കൂടുതൽ, സ്പിന്നിനെ തുണയ്ക്കോ പേസിനെ തുണയ്ക്കോ, എങ്ങനെയാണത്? ബേസിക്കലി എന്താണെന്ന് നോക്കണമെന്ന് വെച്ചാൽ ആദ്യം ബാറ്റ് ചെയ്യുന്നത്, ഇപ്പം ഇന്ത്യ ജയിക്കണം എന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിനെ ഷുഡ് ബി പുട്ട് അണ്ടർ പ്രഷർ. അപ്പം ന്യൂസിലൻഡ് ആദ്യം ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ക്ലി പ്രഷർ ഇല്ലാതെ സ്കോർ ചെയ്യാൻ പറ്റും റൺസ്. നേരെ മറിച്ച് ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രഷറിലാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിന്നിനെ കൗണ്ടർ ചെയ്യണം, ആൻഡ് ചേസ് ചെയ്യണം, മറ്റേ ആ ടാർഗറ്റ് എത്തണം, ദോസ് കൈൻഡ് ഓഫ് ഫാക്ടേഴ്സ്. സോ ഇത് അപ്പം എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ആദ്യം ബാറ്റ് ചെയ്യുന്നത് ഒരു വിധത്തിൽ നന്നായിരിക്കും. പക്ഷേ ടോസ്, നമുക്കിപ്പം രോഹിത് ശർമ്മ ടോസ് നിരത്തി പൊട്ടുകയാണ്. അപ്പോൾ ഇനിയും പൊട്ടുപോകുന്നുള്ള അറിയാൻ വയ്യ. നാളെ പൊട്ടിയ വേൾഡ് റെക്കോർഡ് ഓഫ് ടോസുകൾ പൊട്ടുന്നതാണ്. ലാറയുടെ ഈക്വലിയും ടോസുകൾ ലോസ് ചെയ്തതല്ലേ. അപ്പം ടോസ് നമ്മുടെ മത്സരഗതിയെ നിർണ്ണയിക്കുമെന്നാണ് സാർ പറയുന്നത്? ടോസിൻ്റെ ഒരു ഫാക്ടറാണ് ആരാദ്യം ബാറ്റ് ചെയ്യും, ആരാദ്യം ഇത് ചെയ്യും. പക്ഷേ കളി ജയിക്കുന്നത് മോസ്റ്റ് ലൈക്ക്ലി ചലഞ്ചിലായിരിക്കും. ഹൗ സ്ട്രോങ് യു ക്യാൻ പുട്ട് യുവർ ടീം. മനസ്സിലായില്ലേ? കൗണ്ടർ ചെയ്യാനായിട്ടുള്ള അറ്റാക്ക് ചെയ്ത് കളിക്കണം. അറ്റാക്ക് ചെയ്യാതെ നമ്മൾ ഡിഫെൻസീവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട്. കഴിഞ്ഞ തവണ ജയിച്ചത് നേരത്തെ വിക്കറ്റ് പോയെങ്കിലും അറ്റാക്ക് ചെയ്ത് കളിച്ചു, ബാക്കിയുള്ളവർ വന്നവർ കളിച്ചു. നമ്മൾ ഓസ്ട്രേലിയയുടെ കൂടെ ജയിച്ചതും മെയിൻ അതായിരുന്നു. ബിക്കോസ് നമ്മൾ ഡിഡ് നോട്ട് ലെറ്റ് അവർ പുൾ അവർ ഇത് ഡൗൺ, വെൻ അറ്റാക്കിങ്, വെൻ കെപ്റ്റ് സ്കോറിങ്. അങ്ങനെയാണ് നമ്മൾ ജയിച്ചത്. ഇതാണ് വേണ്ടത്, പോസിറ്റീവ് ഔട്ട്ലുക്ക്. ഒരു കാരണവശാലും ഇതൊരു ഫൈനലാണെന്നുള്ളത് മനസ്സിൽ വരരുത്. ജയിക്കണം എന്നുള്ളതായിരിക്കണം മെയിൻ ഉദ്ദേശം. അല്ലെങ്കിൽ അഹമ്മദാബാദിൽ പറ്റിയത് പറ്റരുത്. സെമിയിൽ അതേ 11 തന്നെയായിരിക്കും ഇന്ത്യ ഇന്ന് കളിയിൽ ഇറക്കാൻ സാധ്യത ഉണ്ടാവുക?
ചേഞ്ച് വരുത്താൻ വഴിയില്ല. അഥവാ വരുത്തണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വാഷിങ്ടൺ സുന്ദറിനെ കൊണ്ടുവന്നിട്ട് അക്സർ പട്ടേലിനെ വേണമെങ്കിൽ റെസ്റ്റ്. പക്ഷേ അക്സർ പട്ടേൽ ഈസ് സച്ച് എ നൈസ് ബാറ്റ്സ്മാൻ അവിടെ ടോപ്പ് ഓർഡറിൽ. പക്ഷേ വാഷിങ്ടൺ സുന്ദറും ഈസ് എ ഗുഡ് ബാറ്റ്സ്മാൻ. പക്ഷേ ഇതുവരെ ടെസ്റ്റ് ചെയ്യാത്ത ഒരാളെ ഇതിനിറക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ആസ് എ സ്പിന്നർ ദർ ഇസ് എ വെറൈറ്റി. അവർ കളിച്ചിട്ടില്ല, അപ്പോൾ ഒന്ന് ഒരു ചേഞ്ചിന് വേണ്ടി വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ക്രിക്കറ്റ് എല്ലാം ഒരു ചാൻസ് ആണല്ലോ, ആ ചാൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ട്രൈ ചെയ്യാൻ മതി. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും. അത് ഇന്ത്യയുടെ വിജയത്തിനൊരു സ്വാധീനമാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതിങ്ങനെ കുറേ സംസാരങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എന്തുകൊണ്ടാണ് ന്യൂസിലൻഡുമായിട്ട് ഹോമിൽ കളിച്ചപ്പോൾ പരന്ത് പൊട്ടിയത്? അവിടെ എന്നും കളിക്കണം നമ്മുടെ ഗ്രൗണ്ട് വിക്കറ്റ് തന്നെയല്ലേ. പിന്നെ ഇതൊക്കെ ഇപ്പോൾ പറയണത് തോറ്റ് കഴിഞ്ഞപ്പോഴാണ് പറയണത് ഇത് ഇവർക്ക് അഡ്വാൻറ്റേജാണ്. ഇവരുടെ ക്രിക്കറ്റ് ബോർഡ് തന്നെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്, എഗ്രി ടു പ്ലേ ഇന്ത്യ ഇവിടെ കളിച്ചോട്ടെ എന്നുള്ളത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് തോറ്റ് തുടങ്ങിയപ്പോൾ പിന്നെ പറ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത്, ഒരിടത്ത് താമസിക്കുന്നു, ട്രാവലിങ് കുറേ. ഈ കളിക്കാർ തന്നെയാണ് ഇപ്പോൾ ഇനി ന്യൂസിലൻഡിൽ നിന്നും എല്ലാവരും പോയിട്ട് IPL-ന് ഇന്ത്യയുടെ ഒരറ്റം മുതൽ അങ്ങ് അറ്റം വരെ പോയി കളിക്കാൻ പോവുകയാണ്. അന്നൊന്നും ഒരു കംപ്ലൈൻറ്റും കാണൂല, ട്രാവലിൻ്റെ ഒരു പ്രശ്നങ്ങളും കാണൂല. ഈ തോക്കുമ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാതെ ആദ്യമേ ഫിക്സ്ചർ റെഡി ആക്കുമ്പോഴത്തേക്ക് പറയണം ഇന്ത്യ വിൽ ബി അറ്റ് അഡ്വാൻറ്റേജ്. ആൻഡ് അത് അങ്ങനത്തെ ഒരു ഇത് പാടില്ല. തോറ്റ് കഴിയുമ്പോഴത്തേക്ക് പറയുകയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിൽ ഇതിൽ കാര്യമില്ല. ഗാലറി നല്ല സപ്പോർട്ടാണ് ഇന്ത്യക്ക്. അതൊരു നെഗറ്റീവ് ഫാക്ടറാണോ ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ടാണ് ഇന്ത്യ ടീമിനെ സ്വാധീനിക്കുക? എപ്പോഴും ഗാലറി സപ്പോർട്ട് ഒരു ടീമിന് വളരെ നല്ലതാണ്. ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കുക, ഗാലറി സപ്പോർട്ടിനെയൊക്കെ ബേസ് ചെയ്ത് കളി ജയിക്കുന്നതൊക്കെ ബിഗിനേഴ്സ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കൊക്കെ എന്ത് ഗാലറി സപ്പോർട്ട്. ഗാലറി മുഴുവൻ ഇരുന്ന് കൂവിയാലും അവർ കളിക്കേണ്ട സ്ട്രോക്സ് കളിക്കും. ഒരു ലെവൽ ഓഫ് ക്രിക്കറ്റ് കഴിഞ്ഞാൽ ഗാലറി സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഇമ്മെറ്റീരിയലാണ്. പക്ഷേ എന്നാൽ നോക്കൂ, ഗാലറി സപ്പോർട്ട് മുഴുവൻ ഉണ്ടായിരുന്നല്ലോ അഹമ്മദാബാദിൽ, കംപ്ലീറ്റ് ഇന്ത്യയുടെ ബാക്കി, എന്നിട്ടും തോറ്റില്ലേ. സോ ഗാലറി സപ്പോർട്ട് ആസ് നത്തിങ്. പക്ഷേ ഗാലറി സപ്പോർട്ട് ഒരു പ്രചോദനമാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ. കിടന്നിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുമ്പോൾ ഒരു സുഖം, അത്ര തന്നെ. സാറിൻ്റെ ഫൈനൽ പ്രഡിക്ഷൻ ആര് ജയിക്കുമെന്നാണ് സാറിൻ്റെ ഒരു പ്രഡിക്ഷൻ വെക്കുകയാണെങ്കിൽ? എനിക്ക് പ്രഡിക്ഷൻ സാധാരണ ഞാൻ ഏറ്റവും നല്ല കളിക്കുന്ന ആൾ ജയിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിക്കോസ് ഞാൻ ഒരു ന്യൂട്രൽ ഇത് ദുബായിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്, ഒരു ന്യൂട്രൽ റിപ്പോർട്ടറായിരുന്നു ഓൾ അലോങ്. പക്ഷേ ഒന്നുണ്ട്, ഇന്ത്യ ജയിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ബിക്കോസ് ഓഫ് ഇന്ത്യയുടെ സപ്പോർട്ട്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, അതായത് ഇന്ത്യൻസ് മുഴുവൻ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ വെച്ചിട്ട്, ഇന്ത്യക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ജയിക്കും. ഇവിടെ ന്യൂസിലൻഡ് നമ്മളെ നാളെ ഒന്ന് തപ്പിയാൽ ഒരു 10 ന്യൂസിലൻഡ് ഫാൻസിനെ കിട്ടിയാലായി. സോ ക്രിക്കറ്റിന് നല്ലതാണ്. അപ്പോൾ ക്രിക്കറ്റ് ബ്യൂട്ടിഫുൾ ആകുന്നത് എങ്ങനെയാണ്? ദി മെജോറിറ്റി ഓഫ് ദ പീപ്പിളിന് വേണ്ടിയിട്ട് ഒരു കളിക്കുമ്പോൾ മെജോറിറ്റി സപ്പോർട്ട് ചെയ്യണ ഒരു ടീം ജയിക്കുമ്പോൾ ദാറ്റ് വിൽ ബി വെരി ഗുഡ് ഫോർ ക്രിക്കറ്റ്. ക്രിക്കറ്റ് നിരീക്ഷകരും ഇന്ത്യ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടുമെന്നാണ് പറയുന്നത്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻസ് സെബാസ്റ്റ്യൻ. ദുബായിൽ നിന്ന് ഷിൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. അത് വിവിധ മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹമാണ് സംസാരിച്ചത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ ഇന്ന് നടക്കുന്നു. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം. ഇന്ത്യയുടെ 5ാമത് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലാണ് ഇത്. ജയിച്ചാൽ 3 തവണ ചാമ്പ്യൻസ് കിരീടം ഉയർത്തുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറും. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, എത്രമാത്രം പ്രാധാന്യമുണ്ട് ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം? വിനോദ, ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ നമ്മൾ കണ്ടതാണ് 2020 ലോകകപ്പിൽ ഇന്ത്യ കപ്പ് ഉയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ മറ്റൊരു കിരീടം കൂടി ചൂടുക എന്ന ലക്ഷ്യവുമാണ് ടീം ഇന്ത്യ ഇന്നിറങ്ങുക. രോഹിത് ശർമ്മയെ സംബന്ധിച്ച് രോഹിത് ശർമ്മ ചരിത്രത്തിൽ ആദ്യമായി ICCയുടെ 4 പ്രധാന ഇവൻറ്റുകൾ, അതായത് ICCയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, ഏകദിന ലോകകപ്പ്, 2020 ലോകകപ്പ്, ചാമ്പ്യൻസ് ട്രോഫി, ഈ 4 ടൂർണമെൻറ്റിലും ഒരു ടീമിനെ ഫൈനലിൽ എത്തിച്ച ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ നായകൻ എന്ന റെക്കോർഡുമായാണ് എന്തായാലും ഇന്ന് രോഹിത് ശർമ്മ ഇറങ്ങുന്നത്. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ
ടീം ഇന്ത്യ ഇന്ന് കിരീടം ചൂടിയാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാകും. കാരണം കഴിഞ്ഞ 2020 ലോകകപ്പ് ഇന്ത്യ ചൂടിയതാണ്. അതിന് തൊട്ട് പിന്നാലെയുള്ള ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി കൂടി ഇന്ത്യ നേടിയാൽ ഇനി വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പുണ്ട്. ആ ഒരു ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ട് തുടർച്ചയായി 3 ICC കിരീടങ്ങൾ നേടുന്ന ഒരു ടീമെന്ന നിലയിലേക്ക് ഇന്ത്യക്ക് ഉയരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഇന്ത്യക്ക് സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഈ ടീമിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇരു ടീമുകളും ശക്തരാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ടീമുകളാണ്. ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും ഫീൽഡിങ്ങിലാണെങ്കിലും നമ്മൾ കണ്ടതാണ്. ദുബായിൽ തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെ നേരിട്ട സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു മത്സരത്തിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ ഒരു ഘട്ടത്തിൽ ചെറിയ ആധിപത്യം പുലർത്തി മത്സരം ഇന്ത്യയുടെ വരുതിയിലേക്ക് ആകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഒപ്പം ഫീൽഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ബാറ്റിങ്ങിലെയും ബൗളിങ്ങിലെയും ഉപരി ഒരു മത്സരത്തിൽ നിർണായകമാകുന്നത് ഫീൽഡിങ്ങാണ്. ആ ഫീൽഡിങ് നമ്മൾ കണ്ടതാണ്. കിവീസിൻ്റെ ന്യൂസിലാൻഡിൻ്റെ ഫീൽഡിങ് അവർ അത്രത്തോളം ശക്തമാണ്. ഇനി ഇന്ത്യൻ ക്യാമ്പിലേക്ക് വന്നാൽ ചെറിയൊരു നിരാശ പടർത്തുന്നൊരു വാർത്തയുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. കാരണം ഇന്നലെ പരിശീലനത്തിനിടയിൽ വിരാട് കോഹ്ലിക്ക് മുട്ടിന് പരിക്കേറ്റു എന്നൊരു വാർത്ത ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അതായത് പരിക്ക് ഗുരുതരമാണോ എന്ന കാര്യത്തിൽ നിന്നും വ്യക്തതയില്ല. ഈ ഒരു പരിശീലനം പൂർത്തിയാക്കി തൊട്ടു പിന്നാലെ തന്നെ, അതായത് പരിക്കേറ്റതിന് തൊട്ടു പിന്നാലെ ടീം ഇന്ത്യയുടെ ഫിസിയോയും ടീമിലെ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളും വന്ന് വിരാട് കോഹ്ലിയെ പരിശോധിച്ചു. അതിനുശേഷം പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം വിരാട് കോഹ്ലി അവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ച, പരിശീലനം പൂർത്തിയാക്കി മടങ്ങുന്ന കാഴ്ച ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് മത്സരത്തിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലി ഇന്ന് കളിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും വരാനുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച ഫോമിൽ തുടരുകയാണ് വിരാട് കോഹ്ലി. നമ്മൾ സെമിയിലും പാകിസ്ഥാനെതിരെ മത്സരത്തിലൊക്കെ കണ്ടതാണ്. മികച്ച ഫോമിൽ തന്നെ വിരാട് കോഹ്ലി തുടരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ ആ ഒരു പരിക്കിനെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ട്. അത് സംബന്ധിച്ച് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ എന്തായാലും ലഭ്യമാകും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ മറ്റൊരു ലോക കിരീടം അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്തായാലും ടീം ഇന്ത്യ ഇറങ്ങുക. ഇനി മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. പക്ഷേ അതിൽ വസ്തുത ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്കും സംശയങ്ങളുണ്ട്. കാരണം ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ തൊട്ടു പിന്നാലെ വിരാട് കോഹ്ലി ഈ രോഹിത് ശർമ്മ നായകസ്ഥാനം ഒഴിയും എന്ന തരത്തിലൊരു വാർത്തയുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. ഒഴിയാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം നേരത്തെ ഈ ഒരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പരിശീലകൻ ഗൗതം ഗംഭീർ നൽകിയ മറുപടി ഈ ഒരു രോഹിത് ശർമ്മ നായകസ്ഥാനം തന്നെ തുടരും എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ലക്ഷ്യം ഏകദിന ലോകകപ്പാണ് എന്നൊരു സൂചനയും ഗൗതം ഗംഭീർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന വാർത്തകൾ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന തരത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇന്നത്തെ ഈ ഒരു മത്സരം. ന്യൂസിലൻഡിനെ തകർത്തുകൊണ്ട് മറ്റൊരു ചാമ്പ്യൻസ് ട്രോഫി കിരീടം കൂടി നേടുക. രോഹിത് ശർമ്മയെ സംബന്ധിച്ച് തൻ്റെ കരിയറിൽ മറ്റൊരു പൊൻതൂവൽ കൂടി സ്വന്തമാക്കുക എന്ന ലക്ഷ്യവുമാണ് എന്തായാലും ടീം ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. വിനോദ്, തീർച്ചയായും രോഹിത് ശർമ്മയെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള മത്സരമാണ്. ഈ മത്സരത്തോടു കൂടി അദ്ദേഹം വിരമിക്കുമെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അത് സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല. എന്തായാലും ഈ മത്സരത്തിൽ വിജയിച്ചാൽ ഇന്ത്യ 3ാമത് നേട്ടമാണ് കൊയ്യുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 2:30 ദുബായിലാണ് മത്സരം നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ. നമുക്ക് ഇപ്പോൾ സമയം 8 മണിയാകുന്നു. നമുക്ക് പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രശാന്തിന്റെ പേരിലെ പരാതിയിൽ ദുരൂഹത. വാട്സപ്പിലൂടെ പരാതി കൈമാറിയത് AKG സെന്ററിന്. നവീൻ ബാബുവും കണ്ണൂർ കളക്ടറും തമ്മിൽ അസ്വാരസ്യമുണ്ടായിരുന്നുവെന്നും മൊഴി. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ ഇന്ന്. മത്സരം ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30. ഇന്ത്യ ഫൈനലിലെത്തിയത് എല്ലാ മത്സരങ്ങളും വിജയിച്ച്. ഇന്ത്യൻ പോരാട്ടം 3ാം കിരീട നേട്ടത്തിനായി. നിരോധിത ഭീകര സംഘടന PFIക്ക് മറതീർക്കാൻ SDPI നടത്തിയത് ആസൂത്രിത നീക്കങ്ങൾ. ശ്രമം നടന്നത് ഭീകരവാദത്തിന് മറയായി പുതിയ യുവജന സംഘടന രൂപീകരിക്കാൻ. ചരിത്ര പുരുഷന്മാരെ അധിക്ഷേപിച്ച NCHDRന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മൊഴിമാറ്റി വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ. ഫർസാനെ കൊലപ്പെടുത്തിയത് വൈരാഗ്യം കാരണമെന്ന് മൊഴി. കൊല നടത്തുമ്പോൾ ആരെങ്കിലും വന്നാൽ അവരെ അപായപ്പെടുത്താനാണ് മുളകുപൊടി വാങ്ങിയതെന്ന് പോലീസിനോട് അഫാൻ. വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ഇന്ന് സമാപനം. പ്രതിനിധികളുടെ വിമർശനത്തിൽ പ്രതിരോധത്തിലായി നേതൃത്വം. MV ഗോവിന്ദൻ തുടർന്നേക്കും.
കൊല്ലത്ത് വീണ്ടും ലഹരിവേട്ട. CPM പ്രവർത്തകന്റെ ഗോഡൌണിൽ നിന്നും 23 ലക്ഷം രൂപയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. ഇരുവരും സ്വദേശിയുടെ ഗോഡൌണിൽ നിന്ന് കണ്ടെത്തിയത് 50 ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ. ഉടമ ദീപു ഒളിവിൽ. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്ക്. റഷ്യൻ ഏറ്റുമുട്ടൽ മേഖലയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന അമേരിക്കൻ മുന്നറിയിപ്പിന് പിന്നാലെ ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രതിനിധികൾ ഖത്തറിലേക്ക്. തിരുവനന്തപുരം നരുവാമൂട് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ തീപിടുത്തം. മെഡിക്കൽ മാലിന്യം കത്തിച്ചതെന്ന് നാട്ടുകാർ. കോടതി വിലക്കുള്ളതിനാൽ മാലിന്യം കത്തിച്ച് ഒഴിവാക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപണം. നമ്മൾ നേരത്തെ നൽകിയ ഒരു വാർത്തയിലേക്ക് തന്നെ വീണ്ടും നമ്മൾ പോവുകയാണ്. അത്രയധികം പ്രാധാന്യമുള്ള വാർത്തയായതുകൊണ്ടാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. നിരോധിത ഭീകര സംഘടന PFIക്ക് മറ തീർക്കാൻ SDPI നടത്തിയത് ആസൂത്രിതമായ നീക്കങ്ങൾ. PFI ഭീകരവാദത്തിന് മറയായി പുതിയ യുവജന സംഘടന രൂപീകരിക്കാനായിരുന്നു ശ്രമം. എന്നാൽ കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനങ്ങൾ നിരീക്ഷണം ശക്തമാക്കിയതോടെ PFI ഭീകരവാദികൾക്ക് അംഗത്വം നൽകാനുള്ള പുതിയ സംഘടനാ നീക്കം പാളുകയായിരുന്നു. PFIക്ക് ലഭിച്ചിരുന്ന വിദേശ ഫണ്ടുകൾ നിലച്ചതും നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. വിവരങ്ങളുമായി ജിജീഷ് കർണാകരൻ ചേരുന്നു. ജിജീഷ്, നിരോധിച്ച ഭീകര സംഘടന പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ വരാനായിരുന്നു ശ്രമം. അതിൻ്റെ ഭാഗമായി യുവജന സംഘടന രൂപീകരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനം കൃത്യമായ നിരീക്ഷണങ്ങൾ കർശനമാക്കി അവരുടെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞു. അവരുടെ വിദേശ ഫണ്ട് തടയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അതുകൊണ്ട് PFIക്ക് പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ പേരിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല. അതുതന്നെയല്ലേ സത്യം ജിജീഷ്? വിനോദ് പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ സംയോജിതമായ ഇടപെടൽ അല്ലെങ്കിൽ നിരന്തരമായ നിരീക്ഷണം അതുതന്നെയാണ് ഇത്തരത്തിൽ നിരോധിത ഭീകര സംഘടനയ്ക്ക് മറ്റൊരു രൂപം വീണ്ടും രൂപപ്പെട്ടു വരാനും അങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊരു മറ സൃഷ്ടിക്കാനുമുള്ള എല്ലാ നീക്കങ്ങൾക്കും തടയിട്ടത്. എന്നാൽ ആ ശ്രമങ്ങൾ ഇപ്പോഴും അവർ തുടരുന്നു. അതുതന്നെയാണ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം കോടതിയിൽ ബോധിപ്പിച്ചതും ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ ഉള്ളതും എല്ലാം അതുതന്നെയാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു രൂപമായി SDPI മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് PFI ഭീകരവാദികൾക്ക് നിരോധനത്തിന് ശേഷം പ്രവർത്തിക്കാനുള്ള ഒരു സംഘടന എന്ന നിലയിലേക്ക് SDPI മാറുന്നു എന്നതിന്റെ കൃത്യമായ വിവരങ്ങളായിരുന്നു വിവിധ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. ഇതിനിടയിൽ തന്നെയാണ് ഈ യുവജന സംഘടന രൂപീകരിച്ചുകൊണ്ട് PFIയിൽ ഉണ്ടായിരുന്ന മതഭീകരവാദികൾക്ക് അംഗത്വം നൽകാനുള്ള ശ്രമം SDPI നടത്തിയത്. കഴിഞ്ഞ 2023 സെപ്റ്റംബറിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് തുടക്കം കുറിക്കുന്നത്. 2023 സെപ്റ്റംബറിൽ ഇത്തരമൊരു പുതിയ സംഘടന എന്ന ആലോചന നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വിവിധ യോഗങ്ങൾ നടക്കുന്നു, രഹസ്യയോഗങ്ങളും പരസ്യയോഗങ്ങളും. അതായത് SDPIയെ സംബന്ധിച്ചിടത്തോളം അതിന് നിരോധനമില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ പരസ്യമായ യോഗങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം എന്ന നിലയ്ക്ക് SDPIയുടെ ഓഫീസുകളിൽ പ്രത്യേക യോഗം ചേർന്നു. ആ യോഗത്തിന്റെ എല്ലാം പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പുതിയ ഒരു രാഷ്ട്രീയ സംഘടന, യുവജന സംഘടന രൂപീകരിക്കുക, പതുക്കെ അത് PFIയുടെ മറ്റൊരു രൂപമാക്കി മാറ്റി എടുക്കുക എന്നത് തന്നെയായിരുന്നു. മറുഭാഗത്ത് നിരോധിത ഭീകര സംഘടനയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ ആളുകൾ അവർ മറ്റു ചില ഭാഗങ്ങളിൽ രഹസ്യയോഗങ്ങൾ ചേരുന്നു. അവിടെയും പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്, ആ യോഗങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സമാനമായി തന്നെ തങ്ങളുടെ അംഗങ്ങൾക്ക്, ഭീകരവാദ സംഘടനയിലുള്ള അംഗങ്ങൾക്ക് ചേക്കേറുന്നതിന് വേണ്ടി ഒരു സംഘടന വേണം. അതിന് SDPI ഒരു സംഘടന രൂപീകരിക്കുന്നു. അതിന് യുവജന സംഘടനയുടെ ലേബൽ നൽകുന്നു. 2023 ഡിസംബറിൽ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. വൈകാതെ തന്നെ ഈ ആളുകളെ എല്ലാം തന്നെ തുടക്കത്തിൽ നേതാക്കളുടെ മുഖം ഇതിലേക്ക് വരണ്ട എന്നത് കൂടി രഹസ്യയോഗങ്ങളിൽ പ്രത്യേകമായി തീരുമാനിച്ചിരുന്നു. കാരണം നിരോധിത ഭീകര സംഘടനയായ PFIയുടെ നേതാക്കൾ വരുമ്പോൾ സ്വാഭാവികമായും വലിയ നിരീക്ഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ കേഡറുകൾ എന്ന് പറയുന്ന ഭീകരവാദികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സംഘടന വിപുലീകരിക്കുക, യുവജന സംഘടന. കാരണം SDPIയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വനിതാ സംഘടനയുണ്ട്, നിലവിൽ തൊഴിലാളികൾക്ക് വേണ്ടി അതിനുവേണ്ടി ഒരു സംഘടനയെ രൂപീകരിച്ചുകൊണ്ട് അത്തരത്തിൽ SDPI ഒരു തൊഴിലാളി സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി മാറുന്ന ഒരു യുവജന സംഘടന നിലവിൽ
നിലവിൽ യുവജന സംഘടന ഇല്ലാത്തത് കൊണ്ട് അത്തരമൊരു യുവജന സംഘടന എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് PFI ആളുകൾക്ക്, PFIയിലെ ഭീകരവാദികൾക്ക് അംഗത്വം നൽകുകയായിരുന്നു പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ കൃത്യമായി തന്നെ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇന്റലിജൻസ് ബ്യൂറോ സംവിധാനങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായി. അവർ നിരന്തരമായി നിരീക്ഷിക്കാൻ ആരംഭിച്ചു. ഇത്തരം ചില നീക്കങ്ങൾ, രഹസ്യയോഗങ്ങളുടെ വിവരങ്ങൾ അവർക്ക് ലഭിച്ചു. ഈ രഹസ്യയോഗങ്ങൾ എവിടെയെല്ലാമാണ് ചേർന്നത്, ആരെല്ലാമാണ് പങ്കെടുത്തത്, ഏതെല്ലാം കേന്ദ്രങ്ങളിൽ എത്ര തവണ രഹസ്യയോഗങ്ങൾ നടന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ അവർ ശേഖരിച്ചു. തുടർന്നുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ അടക്കം മുന്നോട്ട് പോയ ഘട്ടത്തിൽ ഇത്തരം ഒരു തീരുമാനത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറാൻ വേണ്ടി SDPI തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഡിസംബറിൽ ആ പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല. എന്നാൽ ഡിസംബറിൽ ആ പ്രഖ്യാപനം ഉണ്ടാകാത്ത ഘട്ടത്തിൽ പോലും ഇപ്പോഴും SDPIയുടെ ആലോചനകളിൽ മറ്റൊരു സംഘടന അല്ലെങ്കിൽ മറ തീർക്കാൻ ഒരു സംഘടന എന്നത് തന്നെയാണ് പ്രധാനം. കാരണം നിരോധിത ഭീകര സംഘടനയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ പരസ്യമായ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ട്. അതിന്റെ അംഗങ്ങളെല്ലാം തന്നെ കൃത്യമായി വിവിധ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിലാണ്. നിരവധി ആളുകളെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നു. നിരോധനത്തിന് ശേഷം നേതാക്കളടക്കം നിരവധി ആളുകൾ അറസ്റ്റിലായി. അത്തരത്തിൽ 55 പേരാണ് NIA അറസ്റ്റ് ചെയ്ത് അവർ റിമാൻഡിൽ തുടരുന്നതും നിയമ നടപടികൾ നേരിടുകയും ചെയ്യുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം ഭീകരവാദികളുടെ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തി. തുടർന്ന് വലിയ തോതിൽ ഫണ്ട് ഭീകരവാദികൾക്ക് PFI ഭീകരവാദികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു എന്ന് കണ്ടെത്തുകയും അത് തടയാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതോടുകൂടി തന്നെ PFI ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്. SDPIയുടെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്, അതിൻ്റെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത് PFI നൽകുന്ന പണമായിരുന്നു. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ SDPI നടത്തിയിരുന്നത്. നേരത്തെ PFI എങ്ങനെയാണോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾക്കും എല്ലാം തന്നെയുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തിയത്, സമാനമായ രീതിയിൽ മറ്റൊരു സംഘടന വേണമെന്ന ആലോചനയാണ് അവിടെ പ്രധാനമായും ഉയർന്നു വന്നത്. SDPIയെ സംബന്ധിച്ചിടത്തോളം PFIയിൽ നിന്നുള്ള ഫണ്ട് വരവ് നിന്നതോടുകൂടി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടത്തിൽ അവതാളത്തിലായി. അതും പുതിയ സംഘടന രൂപീകരിക്കുന്നതിന് അല്ലെങ്കിൽ പുതിയ സംഘടനയുമായി മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സമായി അവർ കണ്ടു. അങ്ങനെ എല്ലാമാണ് ഈ ഒരു സംഘടനാ രൂപീകരണം എന്ന നീക്കത്തിൽ നിന്ന് പിൻവലിഞ്ഞത്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് PFIയുടെ ആയുധ പരിശീലകരടക്കമുള്ള ആളുകൾ ഇപ്പോഴും പുറത്തുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ PFIയുടെ ആളുകൾക്ക് ആയുധ പരിശീലനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത്, മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് മൃഗങ്ങളെ അടക്കം വെട്ടിപ്പലിക്കേൽപ്പിച്ചുകൊണ്ട് ഉള്ള പരിശീലനങ്ങൾ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. വഴിയരികുകളിൽ നിരവധി വളർത്തുമൃഗങ്ങൾ അടക്കം, നായ്ക്കളടക്കം, തെരുവുനായ്ക്കളടക്കം വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയ സംഭവങ്ങളുടെ എല്ലാം അന്വേഷണം ചെന്നെത്തിയത് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളിലായിരുന്നു. അങ്ങനെ നിരന്തരമായി തന്നെ ആയുധ പരിശീലനങ്ങൾ നൽകി ഒപ്പം തന്നെ തോക്കുകളടക്കമുള്ള ആയുധങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള പരിശീലനങ്ങൾ പോലും രഹസ്യ ക്യാമ്പുകളിൽ നേരത്തെ തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. അതെല്ലാം തന്നെ വ്യക്തമായതോടുകൂടി അന്വേഷണത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അടക്കമുള്ള അന്വേഷണങ്ങളിൽ വ്യക്തമായതോടുകൂടി ആ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഉൾവലിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായും തന്നെ അവർ അവരുടെ പ്രവർത്തനം നിർത്തി എന്ന് പറയാൻ കഴിയില്ല. മറ്റൊരു സംഘടനയിൽ മറ്റൊരു രൂപത്തിൽ എങ്ങനെ മുന്നോട്ട് വരാം എന്നത് ഒരു ആലോചനയിൽ തന്നെയാണ് ഈ ആളുകളെല്ലാം തന്നെ ഉള്ളത്. ഇപ്പോൾ PFIയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ ഉള്ളത്. ഈ നിരോധനം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള യോഗങ്ങൾ പോലും PFI നിരവധി തവണ നടത്തിയിരുന്നു. ഈ യോഗങ്ങളിലെല്ലാം തന്നെ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് എങ്ങനെ രഹസ്യമായി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ പേരിന് സംഘടന ഇല്ല എന്ന് പറയുമ്പോൾ പോലും അതാണ് മറ്റ് ബസ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നടപടികൾ യഥാസമയത്ത് സംസ്ഥാനത്ത് ഉണ്ടാകുന്നില്ല എന്നതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ പ്രവർത്തനം മുന്നോട്ട് പോകാം എന്നത് തന്നെയായിരുന്നു പ്രധാനമായും PFI മതഭീകരവാദികളുടെയും നേതാക്കളുടെയും എല്ലാം തന്നെ ആലോചന. നിലവിൽ SDPI കൂടി അന്വേഷണ പരിധിയിൽ എത്തിയതോടുകൂടി വലിയ ഒരു പ്രതിരോധം തന്നെയാണ് ഈ സംഘടനകൾ നേരിടുന്നത്. തീർച്ചയായും വലിയ കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനത്തിന് കൃത്യമായ ഇടപെടൽ മൂലം ആ സംഘടനയ്ക്ക് പേര് മാറി പുതിയ യുവജന സംഘടന എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൻ്റെ കൃത്യമായ നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അഖിൽ കൂടി ചേരുന്നുണ്ട്. അഖിൽ, നിരോധിച്ചിട്ടും പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ബസ് ഷെൽട്ടർ എറണാകുളം പറവൂർ വാണിക്കാടാണ് ബസ് ഷെൽട്ടർ നിലനിൽക്കുന്നത്. നിരോധിത സംഘടനയുടെ പേര് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുൻപേ തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിച്ചതെന്നാണ്. വീണ്ടും ആ വാർത്തയിലേക്ക് എത്തുക തന്നെയാണ്. കാരണം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു നിരോധിത സംഘടനയായിട്ട് കൂടി വേണ്ട രീതിയിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഒരു നല്ല രീതിയിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. യുവജന സംഘടനകളെ അല്ലെങ്കിൽ യുവാക്കളെ കൂടുതലായിട്ട് ഇതിലേക്ക്
എത്തിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ നിരോധിത സംഘടനയായിട്ട് പോലും ഇത്തരത്തിലൊരു ബസ് ഷെൽട്ടർ, ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകൾ സ്ഥിരം വന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇവരുടെ പ്രദർശനം അല്ലെങ്കിൽ ഇവരുടെ ഒരു സാമീപ്യം കൂടുതലായിട്ട് വരുന്നത് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ ഒരു നമ്മുടെ സുരക്ഷ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കണം. കൂടുതൽ വിവരങ്ങൾ നൽകാനായി അഖിൽ പാലൂട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജന, എറണാകുളം ജില്ലയിലെ പറവൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ നിരോധിത സംഘടനയുടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അത് ഏറെ പ്രധാനമാകുന്നത് 2022 സെപ്റ്റംബർ 28 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നു, രാജ്യസുരക്ഷയ്ക്ക് ഹാനികരമാകുന്ന തരത്തിൽ പ്രവർത്തനം നടത്തുന്നു എന്നതിൻ്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുമായി അനുബന്ധ എല്ലാ സംഘടനകൾക്കും കൊടിതോരണങ്ങൾക്കും അതുപോലെ തന്നെ സ്തൂപങ്ങൾക്കുമെല്ലാം നിരോധിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത്തരത്തിലൊരു ഉത്തരവ് ഇറക്കുന്നത്. ആ ഉത്തരവ് ഇറക്കി വർഷങ്ങൾ പിന്നിട്ടിട്ടും, അതായത് 2022 സെപ്റ്റംബറിലാണ് അത്തരത്തിൽ ഉത്തരവുണ്ടാകുന്നത്. 2023 സെപ്റ്റംബർ, 2024 സെപ്റ്റംബർ, ഇപ്പോൾ 2025 മാർച്ച് പിന്തുടരുന്നു. ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ട് പോലും ഈ നിരോധിത സംഘടനയുടെ പേരിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെയിറ്റ് ഷെഡ് മാറ്റുന്നതിലേക്ക് വേണ്ടി, നീക്കം ചെയ്യുന്നതിലേക്ക് വേണ്ടി സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തിട്ടില്ല. സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അതിന് തീരുമാനമെടുത്തിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം കൊടിതോരണങ്ങൾ അടക്കം, കൊടിക്കടക്കം നിരോധനം ഉണ്ടായ ഒരു സംഘടനയുടെ പേരിലാണ് ആ കൊടി അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലൊരു വെയിറ്റ് ഷെഡ് സ്ഥിതി ചെയ്യുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2018 ഈ വെയിറ്റ് ഷെഡ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ട് സംഘടനയുടെ ഡേയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വെയിറ്റ് ഷെഡ് അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷം 2018 സ്ഥാപിക്കുന്നപ്പോൾ ഏകദേശം ഒരു 8-9 വർഷമായി ആ വെയിറ്റ് ഷെഡ് അവിടെ സ്ഥിതി ചെയ്യുകയാണ്. അപ്പോൾ അത്രയും പരിചിതമായ ഒരു വെയിറ്റ് ഷെഡാണ് ആൾക്കാർക്കിടയിൽ ആൾക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും പരിചിതമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വെയിറ്റ് ഷെഡ് മാറ്റുന്നതിലേക്ക് വേണ്ടി ഒരു തീരുമാനം പോലീസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് അഞ്ജന ഏറെ ശ്രദ്ധേയമായ കാര്യം. ശരി, അഖിൽ പാലൂട്ടുമടമാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ, എനിക്ക് തോന്നുന്നു ഇത്തരം നിരോധിത സംഘടനകളെ പൂർണ്ണമായും കേരളത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങളെ ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരം ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം സംഘടനകൾ പിടിമുറുക്കുകയും അതിലൂടെ കൂടുതൽ നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആഭ്യന്തര വകുപ്പ്, പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവേണ്ടത്. നിരോധിച്ച സംഘടനയുടെ പേരുകളടക്കം പ്രദർശിപ്പിക്കുന്ന ഇത്തരം സ്തൂപങ്ങൾ, കൊടികൾ, ഇതേപോലുള്ള ഷെൽട്ടറുകളൊക്കെ, അതിൻ്റെ പേരുകളൊക്കെ മായ്ക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേ മതിയാകുകയുള്ളൂ. അതാണ്, അല്ലെങ്കിൽ പിന്നെ ഈ നിരോധനം കൊണ്ട് വലിയ ഫലമുണ്ട്. പേരിന് മാത്രമായി പോകുന്ന ഒരു നിരോധനമായിട്ട് മാറുന്നുണ്ട്. ചരിത്രപുരുഷന്മാരെ ഇകഴ്ത്തിയും അധിക്ഷേപിച്ചും NCHDR എന്നുള്ള സംഘടന ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നു. ഛത്രപതി ശിവജി മഹാരാജ് നൊട്ടോറിയൽ ക്രിമിനലാണെന്നും കൊള്ളക്കാരനാണെന്നും പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെ ഉയരുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഇത്തരത്തിൽ ശിവജി മഹാരാജിനെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പ് NCHRD എന്നുള്ള സംഘടനയാണ് പരസ്യമായി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ദിസ്ന? വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NCHDRന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ പ്രധാനമായും ഛത്രപതി ശിവജി മഹാരാജ് നൊട്ടോറിയൽ ക്രിമിനൽ ആണെന്നും കൊള്ളക്കാരനാണെന്നും അധിക്ഷേപിച്ചുള്ള പോസ്റ്റ് തന്നെയാണ് അവർ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അത്തരത്തിൽ ആ പോസ്റ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള സംഘടനകൾ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെയും അതോടൊപ്പം തന്നെ നേതാക്കന്മാരെയും ഒക്കെ തന്നെയും വലിയ രീതിയിൽ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നതാണ്. അത്തരത്തിലാണ് ഇപ്പോൾ ഛത്രപതി ശിവജി മഹാരാജാവിനെ പറ്റിയും ഇത്തരത്തിൽ ഒരു കമന്റ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിട്ടിരിക്കുന്നത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് ഛത്രപതി ശിവജി പോലെയുള്ള ചരിത്ര പുരുഷന്മാരെ തന്നെയാണ് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ വളച്ചൊടിച്ച് വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്.
ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ നടത്തുന്നത് എന്നൊരു പരാമർശം തന്നെയാണ് ഈ പോസ്റ്റിനെതിരെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നത്. നമുക്കറിയാം ഇതിനു മുൻപും വലിയ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെയും ഈ സംഘടന നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ രീതിയിൽ ചരിത്രത്തെയും ചരിത്രത്തിലെ നവോത്ഥാന നായകന്മാരെയും ഒക്കെ തന്നെയും ഇകഴ്ത്തിക്കാട്ടാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ജിഹാദികൾക്കുള്ള പങ്ക്, അതായത് ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് അതായത് മറ്റു മതങ്ങളിലെ അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളെ ഇകഴ്ത്തിക്കാട്ടുകയും അതോടൊപ്പം തന്നെ ചരിത്ര പുരുഷന്മാരെ ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഇത്തരത്തിലുള്ള സംഘടനകൾക്കുള്ളത്. ഈ സംഘടനകൾ അവരുടെ രീതികളും ആഖ്യാന ശൈലികളും ഒക്കെ തന്നെ മാറ്റണമെന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം ചരിത്ര നായകന്മാരെ പറ്റിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ പരാമർശങ്ങളൊക്കെ തന്നെയും ചരിത്രത്തെ വലിയ രീതിയിൽ വ്യാഖ്യാനിച്ച വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ ചരിത്രത്തെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ പുതിയ തലമുറയിൽ തന്നെ ചരിത്രത്തെ വലിയ രീതിയിൽ വക്രീകരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം ഒക്കെ തന്നെയും ഇത്തരത്തിലുള്ള സംഘടനകൾ നടത്തുന്നു. ഈ പോസ്റ്റാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വിനോദ്, അതെ, NCHDR എന്ന സംഘടന മനുഷ്യാവകാശ സംഘടന എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അവർ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ സ്ഫോടന കേസിലെ പ്രതിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി, അവരുടെ ബന്ധുക്കളെ സന്ദർശനം നടത്തി. എന്നിട്ട് അതൊക്കെ മനുഷ്യാവകാശമാണ് എന്നുള്ള തരത്തിലാണ് അവർ വ്യാഖ്യാനം നടത്തിയത്. ആ സംഘടനയാണ് ഇത്തരം സംഭവങ്ങൾ നടത്തി ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുക, അല്ലെങ്കിൽ രണ്ട് തട്ടിലാക്കി ജനങ്ങളെ മാറ്റുക, അതിലൂടെ ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ മുന്നിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ, എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു പ്രതിരോധം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ജനങ്ങൾക്കിടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ നമ്മളും ആ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. കാരണം ഇത്തരത്തിലുള്ള പുറത്തു നിന്നുള്ള ശക്തികളുടെ ഒരു പ്രകോപനപരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ അതിനുവേണ്ടി സമീപനം പാലിക്കണം. പക്ഷേ ഇത്തരം ഹൈന്ദവ ആചാരങ്ങളെയും അല്ലെങ്കിൽ ചരിത്രത്തെയും മാറ്റിത്തിരുത്താനോ കുറിക്കാനോ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരണം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാകാനും പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും CPM സംസ്ഥാന സമ്മേളനത്തിന്റെ വാർത്തയിലേക്ക് പോകണം. കൊല്ലത്ത് CPM-ന്റെ സംസ്ഥാന സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ് അല്ലേ? അവരുടെ പുതിയ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയൊക്കെ ഇന്ന് അറിയാൻ സാധിക്കും. എന്നാൽ ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മളും പോകുന്നത്. വിമർശനങ്ങൾക്കും അഭിപ്രായ ഭിന്നതകൾക്കും ഒടുവിൽ കൊല്ലത്ത് തുടരുന്ന CPM സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. MV ഗോവിന്ദൻ വീണ്ടും സംസ്ഥാന സെക്രട്ടറി ആകാനാണ് സാധ്യത. പുതിയ സംസ്ഥാന കമ്മിറ്റിയും ഇന്ന് നിലവിൽ വരും. വിമർശനങ്ങളെ മനസ്സിലാക്കി തിരുത്തുമെന്നും ഇന്നലെ നടന്ന മറുപടി പ്രസംഗത്തിൽ ഗോവിന്ദൻ പറഞ്ഞു. നവീകരണത്തിനുള്ള പ്രക്രിയയാണ് നടക്കുന്നതെന്നും അതിന്റെ ഭാഗമായി വിമർശനങ്ങളെ കാണുന്നുവെന്നുമാണ് പരാമർശം. PP ദിവ്യ ചെയ്തത് തെറ്റെന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി കൃത്യമായ നിലപാട് എടുത്തിട്ടുണ്ടെന്നും മറുപടി പ്രസംഗത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വിവരങ്ങൾ നൽകാനായി മനോജ് ചേരുന്നുണ്ട്. അതെ മനോജ്, CPM-ന്റെ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കുന്നു. MV ഗോവിന്ദൻ തന്നെ വീണ്ടും സെക്രട്ടറി ആകാനാണ് സാധ്യത എന്നുള്ള വാർത്തകളാണല്ലോ പുറത്തു വരുന്നത്. പിന്നീട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഇന്ന് തിരഞ്ഞെടുക്കും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രായപരിധി ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അങ്ങനെ നോക്കുമ്പോൾ തലമുതിർന്ന നേതാക്കളൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകുന്ന സാഹചര്യം വരുമോ? പുതിയ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തുമോ? എന്താണ് സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി പാനൽ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയുമോ മനോജ്? തീർച്ചയായും 6-ാം തീയതി ആരംഭിച്ചിട്ടുള്ള CPM-ന്റെ സംസ്ഥാന സമ്മേളനം ഇന്ന് പൊതുസമ്മേളനത്തോടു കൂടിയാണ് അവസാനിക്കുക. ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തന്നെ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 72 വയസ്സാണ്. അദ്ദേഹം തന്നെ വീണ്ടും തുടരും. അതോടൊപ്പം തന്നെ 87 അംഗ സംസ്ഥാന കമ്മിറ്റിയാണ് ഉണ്ടാകുക. ഇതിലേക്ക് ഒട്ടനവധി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഒഴിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രായപരിധിയിൽ ഒഴിയുന്നതിനപ്പുറം മറ്റ് കാരണങ്ങളാലും ഒഴിയുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ അനാരോഗ്യത്തിൽ ഒഴിയുന്നവരുണ്ട് എന്നുള്ളവരാണ്. മരിച്ച കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മരിച്ച 3 നേതാക്കളുടെ ഒഴിവുകളുണ്ട്. അതിലേക്ക് പുതിയ അംഗങ്ങളെ എടുക്കും. അതോടൊപ്പം തന്നെ ഈ പ്രായപരിധി 75 വയസ്സാണ്. അത് കഴിഞ്ഞ ഈ പാർട്ടി കോൺഗ്രസിലൊക്കെ എടുത്ത തീരുമാനമാണ് എന്നുള്ളതാണ്. 75 വയസ്സ്
പൂർത്തിയായവരെ പിന്നീട് ഈ പാർട്ടി പദവികളിൽ അല്ലെങ്കിൽ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് അത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് MP ഗോവിന്ദൻ അടക്കം വ്യക്തമാക്കിയതാണ്. അത്തരത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും 3 നേതാക്കൾ, അതായത് ആനാവൂർ നാഗപ്പൻ, അതോടൊപ്പം തന്നെ AK ബാലൻ, PK ശ്രീമതി എന്നുള്ള 3 നേതാക്കൾ ഒഴിവാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ രാവിലെ മുതൽ തുടങ്ങും. അതിനു മുമ്പായി നേതൃയോഗം ചേരും. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ താമസിക്കുന്ന സ്ഥലത്താണ്. അല്പസമയത്തിനകം തന്നെ ഇവരിവിടെ നിന്നും ഈ സമ്മേളന നഗരിയിലേക്ക് പോകും. അവിടെയാണ് മറ്റ് നടപടിക്രമങ്ങൾ നടക്കുക. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾക്ക് തന്നെയാണ് ഇന്ന് കൂടുതലായും അത് തന്നെയാണ് പുറത്തു വരിക. ആരൊക്കെയാണ് പുറത്തു പോകാൻ സാധ്യത, അല്ലെങ്കിൽ ആരൊക്കെയാണ് പുതിയ മുഖങ്ങൾ എന്നുള്ളതാണ്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് MP രാജേഷ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പുതുമുഖങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരും എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒഴിവുകളിൽ നിന്നും എണ്ണം കൂട്ടില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 87 അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒഴിവുകൾക്കനുസരിച്ചുള്ള ഈ ഉൾപ്പെടുത്തലുകളാണ് നടക്കുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്നത് ഈ തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗമുണ്ടാകും. ഈ നയരേഖയിന്മേൽ നടന്ന ചർച്ചയിൽ കഴിഞ്ഞ ദിവസം ഈ നയരേഖയിന്മേൽ ചർച്ച നടന്നിരുന്നു. 27 പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ നയരേഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ഉൾപ്പെടുത്തുവാനുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ജനവിരുദ്ധമാകരുത് എന്നുള്ള ആശങ്ക കൂടെ ഈ പ്രതിനിധികൾ പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം സെസ് ചാർജ് അതോടൊപ്പം തന്നെ യൂസർ ഫീ കാര്യങ്ങളിലൊക്കെ അത് കൃത്യമായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിലൊരു വ്യക്തത വേണമെന്നും അതിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് സംബന്ധിച്ചുള്ള മറുപടി ഇന്നുണ്ടാകും. പലതിലും തിരുത്തലുകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിനിധികൾ. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ച ഈ നവകേരളത്തിൻ്റെ പുതുവഴികളെന്നൊക്കെ ഒരു ആലേഖനം ചെയ്തിട്ടുള്ള നയരേഖയിൽ ഇന്ന് മറുപടി പ്രസംഗമുണ്ടാകും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ മറുപടി പ്രസംഗത്തിൽ സൂചിപ്പിച്ചതാണ് തെറ്റുതിരുത്തി മുന്നോട്ട് പോകുമെന്നുള്ളത്. കാരണം പാർട്ടി സെക്രട്ടറിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നിരുന്നത്. തുടർന്നാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ PP ദിവ്യയുടെ കാര്യം, അതായത് PP ദിവ്യയെ തള്ളിയാണ് MP ഗോവിന്ദൻ സംസാരിച്ചിട്ടുള്ളത്. കാരണം ഒരു സമീപനമാണ് പാർട്ടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. PP ദിവ്യയെ തള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ PP ദിവ്യക്കെതിരായ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് വരുന്ന ഘട്ടത്തിലാണ് CPM കൃത്യമായി സംസ്ഥാന സമ്മേളനത്തിൽ PP ദിവ്യയെ തള്ളി പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ലാൻഡ് റവന്യൂ കമ്മീഷണർ വാർത്തയിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ പ്രശാന്ത് പരാതി നൽകിയത് AKG സെന്ററിൽ നിന്നും മൊഴി. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മുന്നിൽ പ്രശാന്ത് മൊഴി നൽകി. വാട്സപ്പിലൂടെയാണ് പരാതി നൽകിയത്. വിജിലൻസിനോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഒരു പരാതിയും പ്രശാന്ത് നൽകിയിട്ടില്ല. അതേസമയം നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ ആസൂത്രിതമായി നീക്കം നടത്തിയെന്ന വിവരം പുറത്തു വന്നതോടെ PP ദിവ്യ ഉയർത്തിയ വാദങ്ങളെല്ലാം കളവാണെന്ന് കൂടിയാണ് തെളിയുന്നത്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ദിവ്യ ഉയർത്തിയത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണെന്ന പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടും പൊളിഞ്ഞു. വിവരങ്ങൾ നൽകാനായി ടിൻഡു ദാസും മിഥുൻ പിള്ളയും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ടിൻഡുവിലേക്കാണ് പോകേണ്ടത്. ടിൻഡു, വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത തന്നെയാണ്. ഇല്ലെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് പറയേണ്ടത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷനുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ വളരെയധികം പാർട്ടി ഏറ്റവും അധികം സംരക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു PP ദിവ്യ. എന്നാൽ ഒരു ഘട്ടത്തിൽ അത് മാറ്റിപ്പറയുകയും സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന രീതിയിൽ ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിജിലൻസിനോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ അല്ല പരാതി നൽകിയിട്ടുള്ളത്, AKG സെന്ററിലാണ്. ഇത്തരത്തിലൊരു വളരെയധികം കേരളം ചർച്ച ചെയ്തൊരു പ്രശ്നമാണ്. ഒരു കുടുംബത്തെ അനാഥമാക്കിയ ഒരു വാർത്തയായിരുന്നു, ഒരു പ്രശ്നമായിരുന്നു. അതിനെയാണ് ഇത്ര നിസ്സാരവൽക്കരിച്ച രീതിയിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് AKG സെന്ററിലാണെന്നും കൂടെ പുറത്തു വന്നിരിക്കുന്നത്. ബാക്കി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ടിൻഡു? ADM നവീൻ ബാബുവിന്റെ മരണവുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കാരണം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A ഗീതയുടെ റിപ്പോർട്ടിൽ പ്രകാരം ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ADMന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് PP ദിവ്യ തയ്യാറാക്കിയ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു 10/10/2024 കണ്ണൂർ യാത്രയയപ്പ് ചടങ്ങിൽ നടന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. TN പ്രശാന്ത് വിജിലൻസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയ
നൽകിയിരുന്നു എന്നായിരുന്നു ആദ്യത്തെ മൊഴി, ആദ്യത്തെ പ്രചരണങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ TN പ്രശാന്ത് വിജിലൻസിനോ മുഖ്യമന്ത്രിക്കോ പരാതി നൽകിയിട്ടില്ല എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മുന്നാകെ മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ TN പ്രശാന്ത് പരാതി നൽകിയത് എങ്ങോട്ടേക്ക് എന്നൊരു ചോദ്യമായിരുന്നു. ഈ ലാൻഡ് റവന്യൂ റിപ്പോർട്ടിൽ പ്രകാരം ആ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഈ TN പ്രശാന്ത് കൊടുത്ത മൊഴി ഇങ്ങനെയാണ്: വിജിലൻസിനോ മുഖ്യമന്ത്രിക്കോ പരാതി നൽകിയിട്ടില്ല. പരാതി നൽകിയത് AKG സെന്ററിലേക്കാണ്. AKG സെന്ററിന്റെ ഓഫീസ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ബിജു കണ്ടക്കയത്തിനാണ് വാട്സപ്പിലൂടെ ഈ പരാതി നൽകിയത്. ഈ പരാതിയാണ് പിന്നീട് TN പ്രശാന്ത് നൽകിയ പരാതി എന്ന പേരിൽ പ്രചരിച്ചത്. അതോടൊപ്പം തന്നെ ADM നവീൻ ബാബുവും ഈ കണ്ണൂർ ജില്ലാ കളക്ടറുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു. അവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇവർ തമ്മിൽ നല്ല ബന്ധമല്ലായിരുന്നുള്ളൊരു മൊഴിയും ഈ റിപ്പോർട്ടിൽ, അത് ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ PP ദിവ്യ ആസൂത്രിതമായിട്ടാണ് ആ ദിവസം ഈ യാത്രയയപ്പ് ചടങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ലോക്കൽ കേബിൾ വിഷനെയും അതോടൊപ്പം തന്നെ ലോക്കൽ ചാനലുകളെയും അവിടേക്ക് വരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇവിടേക്ക്, അതായത് ഈ കണ്ണൂർ ഈ യാത്രയയപ്പ് പരിപാടി നടക്കുന്നതിൻ്റെ തലേ ദിവസം കണ്ണൂർ കളക്ടറെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഇത്തരത്തിലൊരു യാത്രയയപ്പ് ഉണ്ടെങ്കിൽ താനും അവിടെ വരുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കണ്ണൂർ കളക്ടർ അവിടേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് അങ്ങോട്ട് പറയുമ്പോഴേക്കും പിറ്റേ ദിവസം PP ദിവ്യ ഒരു മുന്നറിയിപ്പുമില്ലാതെ അവിടെ വരികയായിരുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയായി ബന്ധപ്പെട്ട് പഴുതടച്ചുള്ള പോലീസ് അന്വേഷണം വേണമെന്നും ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലം ഇത്ര, അതായത് കഴിഞ്ഞ 4 മാസങ്ങൾക്ക് ഇങ്ങോട്ട് വരികയാണ്. ഈ കഴിഞ്ഞ 4 മാസവും PP ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ PP ദിവ്യ മുന്നോട്ട് വെച്ച തെളിവുകളൊക്കെ വ്യാജമാണ്, അല്ലെങ്കിൽ മൊഴികളൊക്കെ വ്യാജമാണ് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ADMന്റെ ആത്മഹത്യയായി ബന്ധപ്പെട്ട് PP ദിവ്യ തയ്യാറാക്കിയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആത്മഹത്യകൾ നടന്നതെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് AKG സെന്ററിലേക്കാണ് കൂടുതൽ അന്വേഷണങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ AKG സെന്ററിലേക്കാണ് കൂടുതൽ വാർത്തകൾ പോകുന്നത്. അപ്പോൾ ഈ പരാതി ആദ്യം ചെന്നത് AKG സെന്ററിലേക്ക് എന്ന വാർത്ത. അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ പാർട്ടിക്കും അറിയാമായിരുന്നു എന്നുള്ള തെളിവുകളും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. വിനോദ്, അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പാർട്ടിക്കാണ് പരാതി നൽകിയത്. എല്ലാം CPM-നെ സംബന്ധിച്ചെല്ലാം പാർട്ടിയാണ്. അവരുടെ കോടതിയും അവരുടെ പോലീസും എല്ലാം പാർട്ടിയാണ്. അപ്പോൾ എല്ലാം പാർട്ടിക്കാണ് പരാതി കൊടുക്കുന്നത്. പോലീസ് സ്റ്റേഷനൊന്നും ഒരു വിഷയമേ അല്ല. അതാണ്, അങ്ങനെയുള്ള സംഭവമാണ് വരുന്നത്. ഇനി നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. മിഥുൻ പിള്ള, ഈ PP ദിവ്യ പരസ്യമായി വിമർശിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ PP ദിവ്യയുടെ ജില്ലയിലെ അവസ്ഥ എങ്ങനെയാണ്? പാർട്ടിയിൽ ഇപ്പോഴും സജീവമാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നൊക്കെ മാറ്റി പാർട്ടിയുടെ മറ്റ് വേദികളിൽ ഇപ്പോഴും PP ദിവ്യ സജീവമാണോ? കണ്ണൂരിൽ എന്താണ് PP ദിവ്യയുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയപരമായി അവരെ എങ്ങനെയാണ് പാർട്ടി കൈകാര്യം ചെയ്യുന്നത്? മിഥുപിള്ള. വിനോദ്, ഈ ഒരു ADMന്റെ മരണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ പാർട്ടി അവർക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി അവരെ കല്യാശ്ശേരിയിലെ പ്രാദേശിക ഘടകത്തിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ഇപ്പോൾ ഒരു ബ്രാഞ്ച് അംഗം മാത്രമാണ് PP ദിവ്യ. അതേസമയം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹിയായി തുടരുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ADMന്റെ മരണത്തിന് ശേഷം നമുക്കറിയാം, ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയുടെ റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ ഈ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറെ പ്രതിരോധ അഭിപ്രായങ്ങൾ PP ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതെല്ലാം കളവാണെന്ന് കൂടിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. കാരണം അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ മനഃപൂർവ്വം അപമാനിക്കുകയാണ് PP ദിവ്യ ചെയ്തത് എന്ന് തന്നെയാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. കാരണം കൃത്യമായ ആസൂത്രണത്തിലൂടെ നിരന്തരം ജില്ലാ കളക്ടറെ വിളിച്ച് ഈ പരിപാടി എത്ര മണിക്കാണെന്ന് പലതവണ ചോദിച്ചുറപ്പിച്ച് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് വരുന്നു. അതിന് ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ ഏൽപ്പിക്കുന്നു. ആ പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ ഈ ദൃശ്യങ്ങൾ, അതായത് PP ദിവ്യ ADMനെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ മുഴുവൻ ചിത്രീകരിക്കുന്നു. അതിനുശേഷം ആ ദൃശ്യങ്ങൾ ആ ചാനലിന്റെ കയ്യിൽ നിന്ന് PP ദിവ്യ ചോദിച്ചു വാങ്ങുന്നു. അത് മറ്റ് ചാനലുകൾക്ക് അയച്ചു കൊടുക്കുന്നു. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. ഇത്തരത്തിൽ കൃത്യമായ ആസൂത്രണമാണ് ADMനെ അപമാനിക്കാൻ PP ദിവ്യ നടത്തിയതെന്ന കാര്യം ഈ ഒരു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമാകുന്നൊരു സാഹചര്യമാണുള്ളത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധ മാർഗങ്ങൾ ഇവർ ഉയർത്തിയിരുന്നു. കാരണം ഈ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയനാണ് ഈ യാത്രയപ്പ് ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചതെന്നായിരുന്നു PP ദിവ്യ നൽകിയിരുന്ന മൊഴി. എന്നാൽ ആ മൊഴി പൂർണ്ണമായും തെറ്റാണ് എന്ന് കളക്ടറുടെ മൊഴിയിലൂടെ സാധൂകരിക്കുന്നുണ്ട്. കാരണം
കളക്ടർ പറയുന്നത് താനുമായി ബന്ധപ്പെട്ട ആളുകളോ ഒന്നും തന്നെ PP ദിവ്യയെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. അവരായി കടന്നു വന്നതാണ്. അവർ പലതവണ ഈ ഒരു ചടങ്ങിലേക്ക് താൻ വരുന്നുണ്ട് എന്ന് തന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയം, യാത്രയയപ്പ് ചടങ്ങിൽ ഈ ഒരു വിഷയം ഉന്നയിക്കരുതെന്ന് ജില്ലാ കളക്ടർ തന്നെ PP ദിവ്യയോട് പറഞ്ഞിരുന്നു എന്നും ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഇത് PP ദിവ്യയ്ക്ക് വേണ്ടി പ്രതിരോധങ്ങൾ ഉയർത്തിയ പാർട്ടിയെ പോലും പ്രതിസന്ധിയിലാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിനോദ്, കൃത്യമായി ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ടിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. PP ദിവ്യക്കെതിരെ അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കം. വഖഫ് നിയമ ഭേദഗതി ബില്ല് ഈ സമ്മേളന കാലയളവിൽ സഭയിൽ അവതരിപ്പിക്കും. ബില്ല് പരിശോധിച്ച് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി നേരത്തെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, കേൾക്കാമെങ്കിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം നാളെ തുടങ്ങുന്നു. പ്രധാനമായും വഖഫ് നിയമ ഭേദഗതി ബിൽ തന്നെയാണോ പ്രധാനമായും പരിഗണിക്കുന്നത്? അങ്ങനെയല്ലേ ജിഷ്ണു? വിനോദ്, അഞ്ജന, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിനാണ് നാളെ തുടക്കമാകുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടി ആരംഭിച്ച സമ്മേളനത്തിൽ ബജറ്റ് അവതരണവും ഒപ്പം ബജറ്റിന്മേലുള്ള ചർച്ചയും പൂർത്തിയായിരുന്നു. രണ്ടാം ഘട്ടം നാളെ മുതൽ ഏപ്രിൽ 4 വരെയാണ് സമ്മേളനത്തിന്റെ കാലാവധി നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെയും ഈ സമ്മേളന കാലയളവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നത് തന്നെയായിരിക്കും. നേരത്തെ ലോക്സഭയിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതി അവതരിപ്പിച്ചിരുന്നു എങ്കിൽ പോലും വിവിധ അംഗങ്ങളുടെ ആവശ്യപ്രകാരം, പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് പ്രകാരം ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയായിരുന്നു. ഈ ബജറ്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഈ ബില്ലിന്മേലുള്ള റിപ്പോർട്ട് സഭയിൽ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. രാജ്യസഭയിലും ലോക്സഭയിലും ബില്ലിന്മേലുള്ള ശുപാർശ അടങ്ങുന്ന റിപ്പോർട്ട് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായ ഭേദഗതി ബിൽ ഏത് ദിവസം അവതരിപ്പിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. വഖഫ് നിയമ ഭേദഗതി ഉടൻ തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച് നടപ്പാക്കും എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ അടുത്തിടെ വിവിധ വേദികളിൽ വ്യക്തമാക്കിയിരുന്നു. വഖഫ് ബോർഡിന് നിലവിലുള്ള അമിത അധികാരങ്ങൾ റദ്ദാക്കുകയും രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഒപ്പം ബോർഡുമായി ബന്ധപ്പെട്ട ഭൂമി പരിശോധനയ്ക്ക് ഉൾപ്പെടെയും സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, പ്രത്യേകിച്ച് കളക്ടർ ഉൾപ്പെടെയുള്ളവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുമാണ് വഖഫ് നിയമത്തിലൊരു ഭേദഗതി നിലവിൽ കൊണ്ടുവരുന്നത്. ഇത് പരിശോധിച്ച് ഈ ബില്ല് പരിശോധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി MP ജഗദാംബിക പാലിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിക്കുകയും അവിടെ പ്രശ്നബാധിതരുമായും വഖഫ് ബോർഡുമായും ജനപ്രതിനിധികളുമായും എല്ലാം തന്നെ ചർച്ച നടത്തിയിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ തന്നെ വ്യക്തമാക്കിയത് വഖഫ് ബോർഡ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ രാജ്യത്ത് ഭൂമി പിടിച്ചടക്കുന്നു എന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. ഏതായാലും വഖഫ് നിയമ ഭേദഗതി ബിൽ ഈ വരാനിരിക്കുന്ന അല്ലെങ്കിൽ നാളെ ആരംഭിക്കുന്ന സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കും. ലോക്സഭയിൽ നിലവിൽ ബില്ല് പാസ്സാക്കുന്നതിനുള്ള ഭൂരിപക്ഷം തെളിയിക്കാൻ NDAക്ക് സാധിക്കും. രാജ്യസഭയിലും അതിന് സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് BJPക്ക് ഉള്ളത്. ഒപ്പം വൺ നേഷൻ വൺ പോളിന്റെ ബില്ല് തയ്യാറായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ സമ്മേളന കാലയളവിൽ അത് അവതരിപ്പിക്കുമോ എന്നത് നോക്കിക്കാണേണ്ടത്. അതെ, ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം സെഷനാണ് നാളെ തുടക്കമാകുന്നത്. വഖഫ് ഭേദഗതി ബില്ല് തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ്ണു, മറ്റൊരു പ്രധാന വാർത്ത കൂടി. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഹോളി ആഘോഷിക്കാൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നാണ് ഈ നടപടി. ഹോളി ആഘോഷം അനുവദിക്കില്ല എന്നായിരുന്നു നേരത്തെ സർവകലാശാല കൈക്കൊണ്ട നിലപാട്. എന്തായാലും ഹോളി ആഘോഷം അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നടത്താം എന്നുള്ള അനുമതി ഇപ്പോൾ ലഭിക്കുന്നുണ്ടല്ലോ. ജിഷ്ണു, വിനോദ്, അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഹോളി ആഘോഷത്തിന് അനുമതി നൽകിയിരിക്കുന്നു. അതിന് വാർത്താ പ്രാധാന്യം എന്തെന്നാൽ നേരത്തെ ഇത്തരത്തിലൊരു ഹോളി ആഘോഷം സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നടത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് നടത്താൻ അനുമതി നൽകില്ല എന്ന നിലപാടായിരുന്നു സർവകലാശാല ഭരണകൂടം എടുത്തിരുന്നത്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 25-നാണ് വിദ്യാർത്ഥികൾ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകിയത്. ഇത്തരത്തിൽ ഹോളി ആഘോഷത്തിന് അനുമതി നൽകണം, അതിനുള്ള സ്ഥലം അനുവദിക്കണം
എന്ന് കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയിരുന്നു. ശേഷം വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മറുപടി ഇത്തരത്തിൽ ഹോളി ആഘോഷത്തിന് അനുമതി നൽകാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഒരു സർവകക്ഷി യോഗം സർവകലാശാല അധികൃതർ വിളിച്ചു ചേർത്തെങ്കിലും ആ യോഗത്തിലും ഹോളി ആഘോഷത്തോട് നിഷേധാത്മക നിലപാടായിരുന്നു സർവകലാശാല വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഭരണകൂടം സ്വീകരിച്ചത്. യാതൊരു തരത്തിലും അനുമതി നൽകാൻ സാധിക്കില്ല എന്ന് വന്നു. പക്ഷേ പിന്നീട് അവിടെ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുകയും ഹോളി ആഘോഷത്തിന് അനുമതി നൽകിയില്ലെങ്കിൽ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പരാതി നൽകുമെന്നും ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മറ്റെല്ലാ തരത്തിലുമുള്ള ആഘോഷങ്ങൾക്ക് സർവകലാശാല അനുമതി നൽകുമ്പോൾ ഇത്തരത്തിൽ ഹോളി ആഘോഷത്തിന് അനുമതി നൽകാതിരിക്കുന്നത് അത് മതപരമായുള്ള വിവേചനം കൂടിയാണ് എന്ന് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് ഇത്തരത്തിൽ ഹോളി ആഘോഷത്തിന് അനുമതി നൽകിക്കൊണ്ട് സർവകലാശാല നിലപാട് മാറ്റിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം CAA സമര കാലത്തുൾപ്പെടെയും ഹിന്ദുക്കൾക്ക് ഖബർ ഒരുക്കും എന്ന മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ള സർവകലാശാലയാണ്. അത്തരം വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതിഷേധം ഈ ഹിന്ദുക്കളുടെ കുഴിമാടം ഒരുക്കുമെന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തിയ സ്ഥലമാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല. അവിടെയാണ് ഹോളി ആഘോഷം അനുവദിക്കാൻ സാധിക്കില്ല എന്നൊരു തീരുമാനം സർവകലാശാല അധികൃതർ കൈക്കൊണ്ടത്. അതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ ഹോളി ആഘോഷത്തിന് അനുമതി നൽകിയത്. നമ്മുടെ ഹോളി ആഘോഷം ഡേറ്റ് 14 14-15 തീയതികളിലാണെന്ന് തോന്നുന്നു അല്ലേ ഈ വർഷത്തെ ഹോളി ആഘോഷം? ജിഷ്ണു, വിനോദ്, ഹോളി ആഘോഷം വരുന്നത് 14-ലാണ്. ഇന്നാണ് മാർച്ച് 9-നാണ് ഹോളി ആഘോഷിക്കണം എന്ന് ഹോളി ആഘോഷിക്കാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ നേരത്തെ കത്ത് നൽകിയിരുന്നത്. കാരണം ഹോളി ദിനം അത് അവധി ദിവസമാണ്, അന്ന് സർവകലാശാല പ്രവർത്തിക്കുന്നതല്ല. ഒപ്പം എല്ലാവരും കുടുംബവും അല്ലെങ്കിൽ അത്തരത്തിൽ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങളിൽ ഏർപ്പെടുകയും ഒരു അവധി ദിവസമാണ് ഹോളി ദിനം എന്നുള്ളത്. അതുകൊണ്ട് മാർച്ച് 9-ന് ഹോളി ആഘോഷിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികൾ ഫെബ്രുവരി 25-ന് സർവകലാശാലയ്ക്ക് കത്ത് നൽകിയത്. ഇന്നലെയാണ് ഇപ്പോൾ മാർച്ച് 9-ന് ഹോളി ആഘോഷിക്കാൻ അനുവദിക്കാമെന്ന് അംഗീകരിച്ചുകൊണ്ട് സർവകലാശാല അധികൃതർ നിലപാട് തിരുത്തിയത്. തീർച്ചയായും 14-ലാണ് ഹോളി ആഘോഷം. നമുക്കറിയാം വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ഓണം, ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത് ആ ഡേറ്റിന് മുമ്പാണ്. കാരണം സ്കൂളും കോളേജും ഒക്കെ അടയ്ക്കുന്നതിന് മുമ്പ് ആഘോഷിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ അലിഗഡിൽ 9-ാം തീയതിയാണ് ഹോളി ആഘോഷം. 14-ലാണ് ഈ വർഷത്തെ ഹോളി മഹോത്സവം വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. തിരികെ വാർത്തകളിലേക്ക്. കാലിഫോർണിയയിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം. ഖലിസ്ഥാൻ അനുകൂലികളാണ് ആക്രമണം നടത്തിയത്. പ്രതിഷേധവുമായി ഹിന്ദു സമൂഹം. ക്ഷേത്ര ചുമരുകൾ കരിത്തേച്ച് വികൃതമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർന്നു. വിവരങ്ങൾ നൽകാനായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, കാലിഫോർണിയയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അവർ പ്രതിഷേധവാക്യങ്ങൾ ഉന്നയിച്ചു. ഖലിസ്ഥാൻ അനുകൂലവാദികളാണ് ഈ ആക്രമണം നടത്തിയതിന് പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ ഐസൺ? തീർച്ചയായും അഞ്ജന, നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഷിനോ ഹിൽസിലെ, അതായത് കാലിഫോർണിയയിലെ ഷിനോ ഹിൽസിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ അവിടെ എഴുതി വയ്ക്കുകയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ എഴുതി വയ്ക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം. നമ്മൾ ഡൽഹിയിലെ മെട്രോ തൂണുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരാമർശം എഴുതി വെച്ചത് കണ്ടിട്ടുണ്ട്. ഈ ഖാലിസ്ഥാൻവാദികളുടെ ഒരു ചുമരെഴുത്തുകൾ എഴുതുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. ഇത് അമേരിക്കയിലെ കാലിഫോർണിയ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന 7ാമത്തെ സംഭവമാണ് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, നമുക്ക് നേരത്തെ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ 2023 ഡിസംബറിൽ മുതൽ ഈ കാലിഫോർണിയയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ബാപ്സിൻ്റെ തന്നെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അനുബന്ധമായി മറ്റു ഹൈന്ദവ സംഘടനകൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ഇത് നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുന്ന ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം. അതായത് നമുക്കറിയാവുന്നതാണ്, ഈ സ്പ്രേ കൊണ്ടൊക്കെ എഴുതി വയ്ക്കുന്ന രീതികളാണ് ഇവർ ചെയ്തു വയ്ക്കുന്നത്. ഇത്തരത്തിൽ ക്ഷേത്രത്തിന് നേരെ ഇത്തരത്തിൽ തുടർച്ചയായി ഖാലിസ്ഥാൻവാദികളുടെ ആക്രമണം ഉണ്ടാകുന്നു എന്നത് അതീവ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇതൊരു കമ്മ്യൂണൽ ഹാർമണി അല്ലെങ്കിൽ ഒരു സാമുദായിക ഐക്യത്തെ അല്ലെങ്കിൽ സാമുദായിക സൗഹൃദത്തെ നിലനിർത്തുന്നതിന് വേണ്ടി തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിത നീക്കമായി തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ കാനഡയിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയിൽ ഇത്തരത്തിലുള്ള സംഭവം 9ാമതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്
നടക്കുന്നത് ഈ 2023-22 ശേഷം എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. അതുപോലെ തന്നെ കാനഡയിലും ഇതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാടിക്കിടയിൽ ഇത്തരത്തിൽ ഖാലിസ്ഥാൻവാദികളുടെ ആക്രമണമുണ്ടായ സംഭവമുണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധിയായ രീതിയിൽ ഈ ഖാലിസ്ഥാൻവാദികൾ അമേരിക്കയിലും അതുപോലെ തന്നെ കാനഡയിലും കുറേയൊക്കെ ബ്രിട്ടനിലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അതായത് ബ്രിട്ടനിൽ വിദേശകാര്യമന്ത്രിക്ക് നേരെ പോലും ആക്രമണം നടത്താനുള്ള ഒരു നീക്കം നടന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണം നടന്നു, കാറിന് നേരെ ആക്രമണം നടക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിൽ ഇപ്പോൾ ഈ ക്ഷേത്രത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളത് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പ്രദേശത്തുള്ള ഒരു സാമുദായിക ഐക്യം അല്ലെങ്കിൽ ഈ ഐക്യത്തെ തകർക്കുക എന്നൊരു ലക്ഷ്യമാണ്. അത്തരത്തിൽ ഐക്യത്തെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള ചില നേട്ടങ്ങൾ, ഒരു സ്വതന്ത്ര ഖാലിസ്ഥാൻ വാദത്തിന് അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക എന്നതൊക്കെയാണ് ഇതിന് പിന്നിലെ ഗൂഢാലോചനയായി കണക്കാക്കുന്നത്. ഇത് തന്നെയായാലും തുടർച്ചയായ ഒരു ആക്രമണം കാലിഫോർണിയയിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നത് അതീവ ഗൗരവത്തോടെ കാണണമെന്നാണ് കാലിഫോർണിയയിലെ ഭാരതീയർ ഉൾപ്പെടെയുള്ള സമൂഹം ആവശ്യപ്പെടുന്നത്. അവർ പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. കാലിഫോർണിയയിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം, ഖലിസ്ഥാൻ അനുകൂലവാദികളാണ് ആക്രമണം നടത്തിയത്. പ്രതിഷേധവുമായി ഹിന്ദു സമൂഹവും രംഗത്തെത്തി. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സഞ്ജോസ്. ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകണം. അതിനു മുമ്പ് അനിൽ കൊല്ലങ്ങോട് എന്ന് പറയുന്ന പ്രേക്ഷകൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഇടച്ചിറ മുനീശ്വരൻ പൊങ്കൽ മഹോത്സവമാണ്, ഒരാശംസ പറയണം. തീർച്ചയായും ഇടച്ചിറ മുനീശ്വരൻ കോവിലിലെ പൊങ്കൽ മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ജെയ്ഡ് സർവീസിലെ ആദ്യ കപ്പൽ MSC മിയ നങ്കൂരമിട്ടു. 399.99 മീറ്റർ നീളവും 62 മീറ്റർ വീതിയുമുള്ള കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് 16 മീറ്ററാണ്. ലോകത്താദ്യമായി 24 കണ്ടെയ്നർ ഡക്ക് കപ്പലുകൾ ആരംഭിച്ചതും ഈ കപ്പൽ ശ്രേണിയിലാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, കൂടുതൽ വിവരങ്ങൾ. വിനോദ, ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്പുമായിട്ടൊരു സ്ഥിര ചരക്ക് സംവിധാനം ആരംഭിക്കുകയാണ്. ഇന്ത്യ യൂറോപ്പ് ജെയ്ഡ് സർവീസിനാണ് ഇന്ന് പുലർച്ചെ 2:15 ആരംഭമായിട്ടുള്ളത്. MSC മിയ എന്ന കൂറ്റൻ ചരക്ക് കപ്പലാണ് തീരത്ത് നങ്കൂരമിട്ടത്. 399.99 മീറ്റർ നീളവും 65 മീറ്റർ വീതിയുമുള്ള കപ്പലാണ് ഇന്ന് പുലർച്ചെ 2:15 തീരത്ത് നങ്കൂരമിട്ടത്. ചൈനയിൽ നിന്നും കപ്പൽ സ്പെയിനിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ചൈന തീരത്ത് എത്തിയ കപ്പൽ ദിവസങ്ങൾക്ക് മുന്നേ കാലാവസ്ഥയുമായിട്ട് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇന്നലെയോടുകൂടി നങ്കൂരമിടുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ അത് വൈകി ഇന്ന് പുലർച്ചെയായിരിക്കുകയാണ്. എന്തായാലും രാജ്യത്ത് ആദ്യമായിട്ടൊരു സ്ഥിര ചരക്ക് കപ്പൽ MSC എന്ന കൂറ്റൻ ചരക്ക് കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ കപ്പൽ കമ്പനിയുമായിട്ട് ഇന്ത്യ കൈകോർത്തു. യൂറോപ്പിലേക്ക് പോകുന്ന ആദ്യ ജെയ്ഡ് സർവീസ് തീരത്തെത്തിയിട്ടുണ്ട്. 16 മീറ്ററാണ് കപ്പലിന്റെ ഡ്രാഫ്റ്റ് ആഴമെന്ന് പറയുന്നത്. വിഴിഞ്ഞം തീരത്തെ സംബന്ധിച്ചിടത്തോളം 20 അടിയോളം ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള സുഗമമായിട്ടുള്ള തീരമുണ്ട്. തീരത്തേക്ക് വന്ന രണ്ടാമത്തെ ആഴം കൂടിയ ഒരു ഡ്രാഫ്റ്റ് കപ്പൽ കൂടിയാണ് MSC മിയ എന്നത്. MSCയുടെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായിട്ടുള്ള MSC ഐറീന ദിവസങ്ങൾക്ക് മുന്നെയാണ് തീരത്തെത്തിയത്. ഇതോടുകൂടി വിഴിഞ്ഞെത്തി ഏതാണ്ട് 20 കൂറ്റൻ മദർഷിപ്പുകൾ തീരത്ത് നങ്കൂരമിട്ടിട്ടുണ്ട്. MSCയുടെ സ്ഥിര ജെയ്ഡ് സർവീസ് വന്നതോടുകൂടി ഇനി ടോക്കനുകൾക്ക് കാത്തു നിൽക്കാതെ MSCയുടെ കപ്പലുകൾക്ക് സുഗമമായിട്ട് വന്നു പോകാൻ സാധിക്കും. അന്താരാഷ്ട്ര കപ്പൽ ചാനലിന് സമീപമായ വിഴിഞ്ഞം തീരം അന്താരാഷ്ട്ര കപ്പൽ ചാനലിന് സമീപമായതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്നും ചൈനയിലേക്കുള്ള ചരക്ക് മാർഗം സുഗമമാക്കാനാണ് MSC വിഴിഞ്ഞം തീരത്തെ ഒരു സ്ഥിര സർവീസായിട്ട് തിരഞ്ഞെടുത്തത്. അതെ, അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ നേട്ടം തന്നെയാണ് വരുന്നത്. ഇത്തരം വലിയ കപ്പലുകൾ ഇനിയുള്ള കാലങ്ങളിൽ വിഴിഞ്ഞത്തേക്ക് എത്തും. വിഴിഞ്ഞത്തിൻ്റെ മുഖം തന്നെ മാറുന്നു എന്നുള്ള കാര്യമാണ് ടിൻഡു റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തൊരു വാർത്തയിലേക്ക്. ബ്രൂവറിയിൽ നിന്ന് CPM കോൺഗ്രസും പണം പറ്റിയെന്ന ആരോപണത്തിൽ BJP കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകി. ഒയാസിസ് കമ്പനിയിൽ നിന്ന് CPM 2 കോടി രൂപയും കോൺഗ്രസ് 1 കോടി രൂപയും കൈപ്പറ്റിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ നേരത്തെ ആരോപിച്ചിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അക്കൗണ്ടിലേക്കും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അക്കൗണ്ടിലേക്കും പണം എത്തിയെന്നാണ് ആരോപണം. വിവരങ്ങൾ നൽകാനായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ തന്നെ ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നിരുന്നതാണ് CPM-ഉം കോൺഗ്രസും പണം പറ്റിയെന്നുള്ള കാര്യം. അന്ന് ആ വാർത്ത പുറത്തു വന്നപ്പോൾ ഈ രണ്ട് പാർട്ടികളിൽ നിന്നും വേണ്ട രീതിയിലൊരു പ്രതികരണം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത് തെളിയിക്കാൻ സാധിക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു, ഒരു വെല്ലുവിളി പോലെയായിരുന്നു ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ തെളിവടക്കം കേന്ദ്ര ഏജൻസിക്ക് പരാതി നൽകിയിരിക്കുകയാണ് BJP. എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ? അരുൺ. തീർച്ചയായും പാലക്കാട് ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയതിന് ശേഷം ഈ ഒയാസിസ് കമ്പനി CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് 2 കോടി രൂപയും കോൺഗ്രസിന്
1 കോടി രൂപയും നൽകി എന്നുള്ളതായിരുന്നു BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നേരത്തെ ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നത്. ഏതായാലും സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് BJP. ഈ ഒയാസിസ് കമ്പനിയിൽ നിന്ന് പണം വാങ്ങി എന്നാരോപിച്ചുകൊണ്ട് അതിന്റെ വിവരങ്ങൾ സഹിതമാണ് കേന്ദ്ര ഏജൻസികൾക്ക് BJP പരാതി നൽകിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് ഡയറക്ടർ ജനറൽ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർക്കാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പരാതി നൽകിയിരിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ ഇവരുടെ ഈ 2 പാർട്ടിയുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കണമെന്ന് ഉൾപ്പെടെയാണ് ഈ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ പ്രദേശത്തെ പുതുശ്ശേരി മുൻ ഏരിയ സെക്രട്ടറിക്ക് 1 കാറും ഈ മദ്യ കമ്പനി നൽകിയതായിട്ട് പരാതിയിൽ പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്തരത്തിലൊരു ആരോപണം BJP ഉന്നയിച്ചിട്ടും അതിനെ തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ തരത്തിലായിരുന്നു CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് പ്രതികരണം. ഏതായാലും താൻ ഇതിനെ നിയമപരമായി തന്നെ ഇതിനുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോയി ഇതിൽ അക്കൗണ്ടുകൾ ഉൾപ്പെടെ 2 പാർട്ടിയുടെയും അക്കൗണ്ടുകളിൽ അനധികൃതമായി പണം വന്നിട്ടുണ്ട്, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ BJP ഒരു വശത്ത് നിയമപരമായുള്ള പോരാട്ടമൊക്കെ ഈ മദ്യ കമ്പനിക്കെതിരെ നടത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ വലിയ പ്രതിഷേധ പരിപാടികളും ഇതിനോടൊപ്പം തന്നെ സമര പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ CPM-നും കോൺഗ്രസിന്റെയും മദ്യ കമ്പനി സഹായിച്ചു എന്നുള്ള ആരോപണവുമായിട്ട് അതിനെതിരെ പരാതിയുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതെ, BJP ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതിഷേധം ജനങ്ങളെ അണിനിരത്തി നടത്തുന്നു. അതേപോലെ തന്നെ നിയമ പോരാട്ടവും നടത്തുകയാണ്. കേന്ദ്ര ഏജൻസിക്കാണ് ഇത്തരത്തിൽ കോൺഗ്രസും CPM-ഉം പണം കൈപ്പറ്റി എന്നുള്ള പരാതി BJP നൽകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. ഇനി മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. തിരുവനന്തപുരം നരുവാമൂട് നടുക്കാട് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ തീപിടുത്തം. മെഡിക്കൽ വേസ്റ്റ് മാലിന്യത്തിന് തീ ഇട്ടതാണ് എന്ന് നാട്ടുകാർ പറയുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് പ്രദേശത്ത് മെഡിക്കൽ മാലിന്യം എത്തിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും വിലക്ക് നിലനിൽക്കുന്നുണ്ടായിരുന്നു. വിലക്കുള്ളതിനാൽ മാലിന്യം കത്തിച്ചൊഴിവാക്കാൻ ശ്രമമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു. ടിൻഡു, ഇതേപോലെ അവിടെ തീ കാണപ്പെട്ടത് അത് മനഃപൂർവ്വം കത്തിച്ചതാണ്, മെഡിക്കൽ ഉപകരണങ്ങൾ അവിടെ കത്തിച്ചതാണ്, നിരോധനം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ മെഡിക്കൽ ഉപകരണങ്ങൾ കത്തിച്ചത് എന്നുള്ള ആരോപണം പുറത്തു വരുന്നുണ്ടല്ലോ. തീ ഇപ്പോൾ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ടിൻഡു? ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം നരുവാമൂട് നടുക്കാട് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. ഈ തീപിടുത്തം നടന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ തീയിട്ടതാണെന്നുള്ള വിവരമായിരുന്നു ഫയർഫോഴ്സ് പുറത്തുവിടുന്നത്. അതിൽ ഈ തീ നിയന്ത്രണ വിധേയമാണ്, തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, തീ അണച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മെഡിക്കൽ മാലിന്യങ്ങൾ തീയിട്ടതെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം. കോടതി ഉത്തരവിനെ തുടർന്ന് ഈ പ്രദേശത്ത് മെഡിക്കൽ മാലിന്യം എത്തിക്കുന്നതിനും സംസ്കരിക്കുന്നതിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാർ അറിയാതെ ആ സമയത്ത് ഇത്തരത്തിൽ മെഡിക്കൽ മാലിന്യങ്ങൾ കൊണ്ട് പുരയിടത്തിൽ നിക്ഷേപിക്കുകയും അവിടെ വെച്ച് തന്നെ ഇത് കത്തിച്ച് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്നാണ് നാട്ടുകാരിൽ ലഭിക്കുന്ന വിവരം. ഈ വിലക്കുള്ളത് കൊണ്ട് തന്നെ മാലിന്യം കത്തിച്ച് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തീ ആളിപ്പടർന്നത്. ഈ പുരയിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും കത്തി നശിച്ചു എന്നാണ് കത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ മാലിന്യങ്ങൾ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തീ ആളിപ്പടരുകയാണ്. കെമിക്കൽസ് മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്, തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കോടതി വിലക്കുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ അനധികൃതമായിട്ട് മെഡിക്കൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളി അത് ഒഴിവാക്കാനായിട്ട് തീ കത്തിച്ചതെന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതെ, മെഡിക്കൽ ഉപകരണങ്ങൾ വ്യാപകമായി കൂട്ടിയിട്ട് കത്തിച്ചതാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണം. എന്തായാലും തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും അവതാളത്തിലായി ടേക്ക് എ ബ്രേക്ക് പദ്ധതി. പൊതുജനങ്ങൾക്കായി ശുചിമുറി സമുച്ചയങ്ങൾ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണിത്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 10 കേന്ദ്രങ്ങളാണ് പ്രവർത്തനരഹിതമായിരിക്കുന്നത്. നടത്തിപ്പുകാരെ കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. യാത്രക്കാർക്ക് വഴിയോര വിശ്രമം എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആവിഷ്കരിച്ചത്. ശുചിത്വ മിഷന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് നിർമ്മാണവും നടത്തിപ്പും. ശുചിമുറിയും കഫ്റ്റീരിയയും അടക്കം ലക്ഷങ്ങൾ മുതൽ മുടക്കിയാണ് നിർമ്മാണം. എന്നാൽ നടത്തിപ്പുകാരെ കിട്ടാത്തതിനാൽ പലയിടങ്ങളിലും പ്രവർത്തനം തുടങ്ങിയിട്ട് പോലുമില്ല. സാധാരണക്കാർക്ക് ഒരു ഉപകാരമില്ലാത്ത സംഗതി എപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇത് ജനങ്ങൾക്ക് ഒരു ഉപകാരമാവണമെങ്കിൽ തുറന്നു കൊടുക്കണേ. പക്ഷെ തുറന്നു കൊടുക്കാൻ കാലങ്ങളായിട്ട് അടഞ്ഞു കിടക്കുക. എത്രയും പെട്ടെന്ന് തുറക്കാൻ പറ്റുക അത്രയും നന്നായി. പല ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങളിലും വൈദ്യുതി ലഭ്യമായിട്ടില്ല. ചിലയിടങ്ങളിൽ വെള്ളം പോലുമില്ല.
മലയോര ഹൈവേയിലും ദേശീയപാതയിലും അടക്കം വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ പ്രയോജനകരമായ കേന്ദ്രങ്ങളാണ് അനാസ്ഥ കാരണം നശിക്കുന്നത് എന്ന വിമർശനമാണ് ഉയരുന്നത്. ടേക്ക് വേക്കൊണ്ട് ഒരു ഗുണമില്ല, അതങ്ങനെ വെറുതെ കെടുക്കാന്നല്ലാതെ നാട്ടുകാർക്ക് ആർക്കും ഒരു ഉപകാരമില്ല. കുറേ കാലമായി അത് അടിച്ചിട്ടിട്ട് തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടും. ഇപ്പോഴേ ആൾക്കാരൊക്കെ അതിനകത്ത് അങ്ങനെ കിടന്നുറങ്ങണ അങ്ങനെയൊന്നല്ലാതെ ഒരു ഉപകാരം അതുകൊണ്ട് കാണില്ല. ജില്ലയിൽ ചില വിശ്രമ കേന്ദ്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പലയിടങ്ങളിലും ലാഭകരമല്ല എന്നാണ് നടത്തിപ്പുകാർ പറയുന്നത്. ജില്ലയിൽ 81 വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും പലതും പാതി വഴിയിലാണ്. ജനം, കോഴിക്കോട്. പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നിരവധി വാർത്തകൾ ഉള്ള ദിവസമാണ്. ഇനിയും തുടർന്ന് ലൈവ് റിപ്പോർട്ട്സ് ഉണ്ടാകും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. നമസ്തേ. നമസ്തേ.